എല്ലാവർക്കും നമസ്കാരം. യതീഷയുടെ സ്പിരിറ്റ് ഓഫ് രാമ എന്നതിൻ്റെ 19ാമത് എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ രാമായണത്തിലെ ആരണ്യകാണ്ഡത്തിലെ കഥാപാത്രങ്ങളുടെ തത്വത്തിലൂടെയുള്ള യാത്രയാണ് ചെയ്തത്, അല്ലെങ്കിൽ പര്യവേക്ഷണമാണ് ചെയ്തത്. ഈ എപ്പിസോഡിലും തുടർന്നുള്ള കഥാപാത്രങ്ങളുടെ പര്യവേക്ഷണമാണ് നടത്തുന്നത്. ഓം വന്ദേ ഗുരുപാദദ്വന്ദ്വം അവാങ് മാനസഗോചരം രക്തശുക്ലപ്രഭാമിശ്രം അതൈർക്യം ത്രൈപുരം മഹാ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരിഃ ഓം. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാജയ. ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്രാജയ. ശ്രീരാമ രാമ രാമ സീതാഭിരാമാജയ. ശ്രീരാമ രാമ രാമ ലോകാഭിരാമാജയ. ശ്രീരാമ രാമ രാമ രാവണാന്തക രാമ. ശ്രീരാമ രമ മമ ഹൃദി രമതാം രാമ രാമ. ശ്രീരാഘവാത്മാ രാമ. ശ്രീരാമ രമാപതേ. ശ്രീരാമ രമണീയ വിഗ്രഹ നമോസ്തുതേ. നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമഃ. ശ്രീരാമനാമം പാടി വന്ന പൈങ്കിളിപ്പെണ്ണേ, ശ്രീരാമചരിതം നീ ചൊല്ലിടുമടിയാതെ. ശാരിക പൈതൽ താനും വന്നിച്ചു വന്യന്മാരെ, ശ്രീരാമസ്മൃതിയോടെ പറഞ്ഞു തുടങ്ങിനാൾ. അങ്ങനെ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ വളരെ വിശദമായി തന്നെ രാമായണത്തിൻ്റെ തത്വങ്ങളും ദണ്ഡകാരണ്യത്തിൻ്റെ തത്വങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കി. അതേ തുടർന്ന് നമ്മൾ ശരഭംഗൻ എന്ന ആ ഋഷിയുടെ ശരഭംഗൻ്റെ ആശ്രമത്തിൽ ശ്രീരാമൻ പോകുന്ന കഥാസന്ദർഭത്തെയും ആ ശരഭംഗൻ എന്നതിൻ്റെ തത്വത്തെയും കുറിച്ച് ഇന്നലെ നമ്മൾ പറഞ്ഞു തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ യഥാർത്ഥത്തിൽ ശരഭംഗൻ എന്ന വാക്കിൻ്റെ ആലങ്കാരികമായ അല്ലെങ്കിൽ താത്വികമായ വശം നമ്മൾ ഇന്നലെ പറഞ്ഞു അല്ലേ. കാരണം രാമായണത്തിൽ ശ്രീരാമനും സീതയും ലക്ഷ്മണനും വസിക്കുന്ന ദണ്ഡകാരണ്യ വനത്തിൽ പ്രത്യക്ഷപ്പെടുന്ന അല്ലെങ്കിൽ ആ പ്രദേശത്ത് രാമൻ സന്ദർശിക്കുന്ന ഒരു ആശ്രമമാണ് ശരഭംഗൻ്റെ. അങ്ങനെ ശ്രീരാമൻ ശരഭംഗനെ കണ്ടുമുട്ടുമ്പോൾ തന്നെ ആ മുനി അഗ്നിജ്വാലകളിൽ സ്വയം തൻ്റെ ജീവിതം ഹോമിക്കുന്നതായും അല്ലെങ്കിൽ ആ അഗ്നിജ്വാലകൾ മുഴുകിയിരിക്കുന്നതായും അതേസമയം ശാന്തനും വളരെ സ്വസ്ഥ ചിന്തയോടും കൂടി വിഹരിക്കുന്നതായും നമ്മൾക്ക് കാണുവാൻ സാധിക്കുന്നു. ഇതിൻ്റെ നിഗൂഢ അർത്ഥത്തിലുള്ള അല്ലെങ്കിൽ സൂക്ഷ്മ വശത്തിലുള്ള അല്ലെങ്കിൽ ആഴത്തിലുള്ള പ്രതീകാത്മകത എന്താണെന്ന് നമ്മൾ ഇന്നലെ പരിശോധിച്ച സമയത്ത് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കിയത്. അത് വലിയൊരു തത്വമാണ് യഥാർത്ഥത്തിൽ. ശ്രീരാമൻ എന്ന നമ്മുടെ ആത്മചൈതന്യം അല്ലെങ്കിൽ ഈശ്വരീയമായ നമ്മുടെ ഉള്ളിൽ വസിക്കുന്ന ആ ബ്രഹ്മതത്വം ആ ശരഭംഗ മുനിയെ സന്ദർശിക്കുന്നത് ആ ആത്മാവിൻ്റെ ആ ആത്മചൈതന്യത്തിൻ്റെ പരിണാമത്തിൽ യാത്രയിൽ. കാരണം ഞാനും നിങ്ങളുമൊക്കെ ഈ ഭൂമിയിൽ വന്ന് അവതരിച്ചത് യഥാർത്ഥത്തിൽ നമ്മുടെ പൂർവ്വ ജന്മങ്ങളിൽ ആർജിതമായ സഞ്ചയങ്ങൾ കർമ്മസഞ്ചയങ്ങൾ ഇവിടെ അനുഭവിച്ച് തീർക്കാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ ആ അനുഭവം ജീവാത്മാവിൻ്റെ രൂപത്തിൽ നമ്മൾ ഈശ്വരീയമായ നമ്മൾ സാഖ്യശാസ്ത്രം പറയുന്ന 24 തത്വങ്ങളോ അല്ലെങ്കിൽ 25 തത്വങ്ങളോ ആ പരിണാമത്തിലൂടെ ജീവാത്മാവായി പരിണമിക്കുന്നതാണ്.
ഇനി അത് ശാക്തമതമോ ശൈവമതമോ പറയുന്നത് 36 തത്വങ്ങളിലൂടെ ഈശ്വരനാകുന്ന അസ്തിത്വം മനുഷ്യനായ അസ്തിത്വമായി അല്ലെങ്കിൽ ജീവാത്മാവായ അസ്തിത്വമായി പരിണമിച്ച് അത് ഈ പറയുന്ന ആർജിത സഞ്ചയങ്ങളെ അനുഭവിക്കുന്നു എന്നാണ്. കാരണം ഈ വസിക്കുന്ന ആ കുലത്തിൻ്റെ അല്ലെങ്കിൽ ആ ശരീരത്തിൻ്റെ അല്ലെങ്കിൽ ആ പാരമ്പര്യത്തിൻ്റെ കർമ്മസഞ്ചയങ്ങൾ നമ്മുടെ പൂർവികർ അല്ലെങ്കിൽ നമ്മുടെ പൂർവ്വജന്മങ്ങളിലൊക്കെ ആർജിച്ചു വെച്ച ഈ സഞ്ചയങ്ങൾ തീർക്കാൻ നമ്മൾ വരും. അപ്പോൾ ഈ ജന്മമെടുക്കുന്ന അന്ന് മുതൽ നമ്മുടെ ഉള്ളിൽ തുരീയ ഭാവത്തിൽ ബ്രഹ്മചൈതന്യമായി ഇരിക്കുന്ന ആത്മാവ് യഥാർത്ഥത്തിൽ അതിൻ്റെ യഥാർത്ഥ പ്രകൃതം മറന്നു പോവുകയും അത് മായയുടെ പ്രഭാവത്തിലാണ് മറന്നു പോകുന്നത്. അങ്ങനെ മറന്നു പോകുന്ന ആ പ്രഭാവത്തിലൂടെയും ജീവിതമാകുന്ന ആ ആയുസ്സാകുന്ന ആ കാലത്തിലൂടെ ഈ ആത്മാവ് സഞ്ചരിക്കുന്ന സമയത്ത് ആത്മാവിൻ്റെ പുരോഗതിയാണ് യഥാർത്ഥത്തിൽ വാൽമീകി രാമായണത്തിലൂടെ നമ്മളോട് പറയാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഈ ആത്മാവ് സ്വന്തം പ്രകൃതത്തെ തിരിച്ചറിയാനാണ് ഈ പറയുന്ന വനവാസവും അല്ലെങ്കിൽ ദണ്ഡകാരണ്യ ആരണ്യകാണ്ഡമൊക്കെ നമ്മളോട് പറയുന്നത്. ആ ജീവാത്മാവിൻ്റെ പരിണാമത്തിനുള്ള സമയമാണ്, കാലഘട്ടമാണ്. ശ്രീരാമനെ നോക്കിയാൽ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ എല്ലാവിധ പരീക്ഷണങ്ങളും നടക്കുന്ന സമയം. അതായത് ഒരു ജീവാത്മാവായ എൻ്റെയും നിങ്ങളുടെ ഉള്ളിലുള്ള ആത്മചൈതന്യത്തെ എല്ലാവിധ നമ്മുടെ ഈ ആയുഷ്കാലത്തിലാണ്, ഈ കാലത്തിലാണ് നമ്മൾ ഈ പ്രകൃതിയുടെ എല്ലാവിധ ചോദനകളും ഈ ആസക്തികളും ആഗ്രഹങ്ങളും മായയുടെ പ്രഭാവങ്ങളിലൊക്കെ നമ്മൾ ഇന്ദ്രിയങ്ങളിലൂടെ കണക്റ്റഡായി അല്ലെങ്കിൽ ബന്ധനാവസ്ഥയിൽ നമ്മൾ ഈ പ്രകൃതം ഒരുപാട് വെല്ലുവിളികൾ, തടസ്സങ്ങൾ ഇതൊക്കെ നേരിടുന്ന സമയമാണ്. ആ സമയത്ത് ഈ പറയുന്ന മുനിമാരുടെ, അതായത് നമ്മുടെ ഉള്ളിലുള്ള ഈ പ്രജ്ഞയുടെ അല്ലെങ്കിൽ നന്മയുടെ ഈശ്വരീയമായ ചിന്താതലത്തിൻ്റെ പ്രതിനിധീകരിക്കുന്ന വിവിധ തലങ്ങളാണ്, വിവിധ ശക്തി ചൈതന്യങ്ങളാണ് യഥാർത്ഥത്തിൽ ഓരോ ഋഷിമാരുടെ കഥാപാത്രങ്ങളായി വരുന്നത്. അപ്പോൾ ഇവിടെ വന്ന കഥാപാത്രം ശരഭംഗൻ എന്ന് പറയുമ്പോൾ യഥാർത്ഥത്തിൽ ശ്രീരാമൻ എന്ന ആത്മാവിൻ്റെ യാത്രയുടെ പശ്ചാത്തലത്തിൽ, ആ ആത്മാവിൻ്റെ ചലനത്തിൻ്റെ അയനത്തിൻ്റെ പശ്ചാത്തലത്തിൽ ശരഭംഗ ഋഷിയുടെ രൂപം ആ ആത്മാവിൻ്റെ ആത്മീയമായ വളർച്ചയുടെയും ആത്മസാക്ഷാത്കാരത്തിൻ്റെയും അതുപോലെ തന്നെ വൈരാഗ്യത്തിൻ്റെ വേർപിരിഞ്ഞ് ബന്ധനത്തിൽ നിൽക്കുന്ന സമയത്തും തുരീയ ഭാവത്തിൽ അതിനോട് ഒട്ടലില്ലാതെ വേർപിരിഞ്ഞ് നിൽക്കലിൻ്റെ പ്രാധാന്യത്തെയും ഓർമ്മിപ്പിക്കുന്നതാണ്. രാമൻ യഥാർത്ഥത്തിൽ ആ ഋഷിയുമായി ഉണ്ടായ കൂടിക്കാഴ്ച അദ്ദേഹത്തിന് സ്വന്തം യാത്രയെയും അതിൻ്റെ യാഥാർത്ഥ്യത്തിൻ്റെ സ്വഭാവത്തെയും കുറിച്ച് ചിന്തിക്കാനുള്ള അവസരമായിട്ടാണ് നമ്മൾ കാണേണ്ടത്. അപ്പോൾ രാമായണത്തിലെ ശരഭംഗൻ്റെ കഥാപാത്രം ഈ പറയുന്ന മനുഷ്യൻ്റെ അനുഭവം, ആത്മീയമായ വളർച്ച, വിമോചനത്തിന് വേണ്ടിയുള്ള അന്വേഷണം എന്നിവയെ സമ്പന്നമായ ഒരു പര്യവേക്ഷണമാക്കി നമുക്ക് മാറ്റാൻ സാധിക്കും. ഇതിൻ്റെ പ്രതീകാത്മകമായ പ്രാധാന്യവും അദ്ദേഹത്തിൻ്റെ പരിവർത്തന യാത്രയും മനസ്സിലാക്കുന്നതിനുള്ള ഒരു അടിത്തറയാണ്. നമ്മൾ ശരഭംഗനെ പറ്റി പരിശോധിച്ച സമയത്ത് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട് എന്താണ് ശരം ഒടിക്കുന്ന ആള് എന്നാണ് നമ്മൾ മനസ്സിലാക്കിയത്. അതായത് അഗ്നിജ്വാലകളിൽ മുങ്ങിയിരിക്കുക എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ് യഥാർത്ഥത്തിൽ ലൗകികമായ ബന്ധങ്ങളുടെയും ആഗ്രഹങ്ങളുടെയും ആ തുളച്ചു കയറുന്ന വേദനയെ, ആ ശരത്തെ മറികടക്കാനുള്ള ശക്തിയുള്ള ആള്. അങ്ങനെ നമ്മുടെ ഉള്ളിൽ തന്നെ നമ്മുടെ ജീവിതാനുഭവങ്ങൾ, തിക്താനുഭവങ്ങളൊക്കെ നമ്മൾക്ക് തരുന്ന സമയത്തും അതിനെ മറികടക്കാൻ നമ്മുടെ ഉള്ളിലുള്ള ഒരു ശക്തി ചൈതന്യമുണ്ട്. അതിനെയാണ് നമ്മളിവിടെ രാമായണത്തിൽ ശരഭംഗൻ എന്ന് കാണുന്നത്. ഇനി നമ്മൾക്ക് പറയാനുള്ളത് ആ ശരഭംഗൻ്റെ ആശ്രമത്തിൽ നിന്ന് പിന്നെ സുധീഷ്ണ വാടകത്തിലേക്ക് അല്ലെങ്കിൽ സുധീഷ്ണൻ്റെ ആശ്രമത്തിലേക്കാണ് പോകുന്നത്. രാമായണത്തിലെ ആഴവും വളരെ പ്രാധാന്യവും പ്രതിഫലിപ്പിക്കുന്ന ഒരു പദമാണ് യഥാർത്ഥത്തിൽ സുധീക്ഷ്ണൻ. അതിൻ്റെ അലങ്കാരം അല്ലെങ്കിൽ സൂക്ഷ്മമായ വശങ്ങൾ എന്താണ്? നിഘണ്ടുപരമായി നോക്കിയാൽ സുധീക്ഷണൻ എന്ന പദം 2 സംസ്കൃത ഘടകങ്ങളായിട്ട് വീണ്ടും നമുക്ക് പിരിച്ചെഴുതാൻ സാധിക്കും. ഒന്ന് സു എന്ന് പറഞ്ഞാൽ നല്ലത്, ശുഭകരമായത്, അല്ലെങ്കിൽ മൂർച്ചയുള്ളത് എന്നുള്ള ഒരു അർത്ഥം കൂടെയുണ്ട്. തീക്ഷ്ണ എന്ന് പറഞ്ഞാൽ ഈ പറയുന്നത് മൂർച്ചയുള്ളത്, തീക്ഷ്ണയുള്ളത് അല്ലെങ്കിൽ തുളയ്ക്കുന്നത് എന്നർത്ഥം. അപ്പോൾ ശുഭകരമായതും ഒപ്പം തീക്ഷ്ണതയെ വളരെ മൂർച്ചയുള്ളതുമായ അല്ലെങ്കിൽ അതിശക്തമായത് എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ വ്യാഖ്യാനിക്കാം. അതിൻ്റെ അലങ്കാരം പ്രതീകം എടുത്ത് നോക്കിയാലോ രാമായണത്തിൽ ഈ പറയുന്ന ദണ്ഡകാരണ്യ വനത്തിൽ വസിക്കുന്ന ഒരു സന്യാസിയാണ് സുധീക്ഷണൻ എന്ന് നമ്മൾ മനസ്സിലാക്കി അല്ലേ, ഒരു മുനിയാണ്. അങ്ങനെ വനവാസത്തിനിടെ ശ്രീരാമനും സീതയും ലക്ഷ്മണനും അദ്ദേഹത്തെ സന്ദർശിക്കുന്നു. സുധീക്ഷണൻ്റെ പേര് അദ്ദേഹത്തിൻ്റെ ആ മൂർച്ചയുള്ള ബുദ്ധിശക്തിയെയാണ്, തീക്ഷ്ണമായ ബുദ്ധിശക്തി. നമ്മൾ പറയാമല്ല ഇൻ്റലക്റ്റ്, നമ്മൾ എപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നമ്മൾക്ക് എപ്പോഴും പല ഘട്ടത്തിൽ നിന്നും നമ്മളെ കരകയറാൻ സഹായിക്കുന്നത് നമ്മുടെ ബുദ്ധിശക്തിയാണ്. സൂക്ഷ്മമായ ഉൾക്കാഴ്ച അല്ലെങ്കിൽ നമുക്ക് പറയില്ല, നമ്മുടെ ജീവിതാനുഭവങ്ങളെ കീറി മുറിക്കുന്ന ആത്മീയ അവബോധം, സ്പിരിച്വൽ കോൺഷ്യസ്നസ് എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ വിളിക്കാം.
അജ്ഞതയുടെ മൂടുപടം തുളച്ച് കയറുകയും സത്യം വെളിപ്പെടുത്തുകയും ചെയ്യുന്ന ആത്മീയ അവബോധത്തിൻ്റെ ഒരു ശക്തിയെയാണ് യഥാർത്ഥത്തിൽ ഇവിടെ ഈ സുതീക്ഷ്ണൻ എന്ന നാമം കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ വാൽമീകി ഉദ്ദേശിക്കുന്നത്. കാരണം എന്താ, ജീവാത്മാവിൻ്റെ യാത്രയിൽ ശ്രീരാമനാകുന്ന എൻ്റെയും നിങ്ങളുടെയും ഉള്ളിലെ ജീവാത്മാവിൻ്റെ പരിണാമം, എൻ്റെയും നിങ്ങളുടെയും ആയുസിൻ്റെ കാലം അല്ലെങ്കിൽ ആയുഷ്കാലം നമ്മൾ ഈ ജീവിതം ജീവിക്കുമ്പോൾ, പ്രകൃതിയിൽ നമ്മൾ ഈ ജീവിതം ജീവിക്കുന്ന സമയത്ത് നിങ്ങളുടെയും എൻ്റെയും ആത്മാവ് സഞ്ചരിക്കുന്ന ആ വഴിയിൽ ധാരാളം അനുഭവങ്ങൾ നമുക്ക് വരും. ഇന്ദ്രിയാവബോധം കൊണ്ട് ജന്യമായ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ മനസ്സിനെ മതിക്കും. ആ മതിക്കുന്ന സമയത്തൊക്കെ ഈ മായയുടെ, അജ്ഞതയുടെ ഒരു മൂടുപടം നമ്മുടെ ആത്മാവിനെ മൂടിക്കഴിയും. ആ മൂടുപടം തുളച്ച് കയറി യഥാർത്ഥ സത്യം, ആത്മാവ് ഞാൻ എന്താണ്, ഞാൻ ഈശ്വരനാണ് എന്നുള്ള ആ സത്യം, ഞാൻ ശിവനാണ്, സച്ചിദാനന്ദ സ്വരൂപനായ ശിവനാണ്, സദാ ആനന്ദത്തിലിരിക്കേണ്ട ആളാണ് ഞാൻ. പക്ഷേ ആ ആനന്ദത്തിലിരിക്കേണ്ട എൻ്റെ മനസ്സിനെ, കാരണം ഇത് നമുക്ക് മനസ്സിലാവും എപ്പോഴാണെന്ന് അറിയാം, നമ്മൾ കുഞ്ഞായിരിക്കുന്ന സമയത്ത് നമ്മളിലുള്ള ഭാവം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. അതായത് ഈ പ്രകൃതിയും പ്രകൃതിയിലുള്ള കാഴ്ചകളുമായിട്ട് ഞാൻ കൂടുതൽ ഇടപഴകാതിരിക്കുന്ന ആ കുഞ്ഞുകാലം, അമ്മയുടെ പരിചരണത്തിൽ വീടിൻ്റെ 4 ചുമരുകൾക്കിടയിൽ ലോകത്തെ അറിയാതിരിക്കുന്ന സമയത്ത് നിങ്ങളുടെ പ്രകൃതം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ആരെ കണ്ടാലും ആ പല്ലില്ലാത്ത മോണ കാട്ടി നിങ്ങൾ ചിരിക്കുമായിരുന്നു. ആരെ കണ്ടാലും കൈകൾ ഇട്ടടിച്ച് ആ ആളിലേക്ക് പോവാൻ വേണ്ടി വെമ്പുമായിരുന്നു നിങ്ങൾ, അല്ലെ? കൈകൾ ഉയർത്തി കാണിച്ച് എല്ലാവരിലേക്കും അങ്ങോട്ട് എല്ലാവരെയും ചെന്ന് ചേർന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ആവേശമായിരുന്നു. കാരണം എന്താ, അതൊക്കെ ഈശ്വരീയമായ പ്രകൃതമാണ് നമ്മുടെ ഉള്ളിൽ. കാരണം ആ സമയത്ത് മായയുടെ പ്രഭാവങ്ങൾ നമ്മളിലേക്ക് വന്നിട്ടില്ല. കാരണം ഈ പറയുന്ന പോലെ മായയുടെ ആ 5 കഞ്ചുകങ്ങൾ അതൊന്നും നമ്മളിലേക്കുള്ള അതിൻ്റെ പ്രഭാവശക്തി കൂടുതലായി വരാത്ത ആ കുഞ്ഞുകാലം, ഈശ്വരനോളം തുല്യമായ കാലം, ആ കാലത്ത് നമ്മളിൽ ഈ പറയുന്ന സച്ചിദാനന്ദ സ്വരൂപം വളരെ വ്യക്തമായിരുന്നു. കാരണം ഒരു കുഞ്ഞിനെ കണ്ടാൽ ആരും കയ്യിലെടുത്തു പോകുന്നത് അതുകൊണ്ടാണ്, കുഞ്ഞിൻ്റെ സൗന്ദര്യമല്ല, കാരണം അല്ലെങ്കിൽ കുഞ്ഞിൻ്റെ തൊലിയുടെ നിറമോ അല്ലെങ്കിൽ ചർമ്മത്തിൻ്റെ പ്രത്യേകതയോ ഒന്നുമല്ല, അല്ലെങ്കിൽ ആ കുഞ്ഞ് ജനിച്ച ഈ പറയുന്ന പോലെ കുലമോ ജാതിയോ ധർമ്മമോ മതമോ ഒന്നുമല്ല വിഷയം. കാരണം കുഞ്ഞ് എന്ന് പറഞ്ഞാൽ തന്നെ നമുക്ക് ഈശ്വരീയമായ എന്തോ ഒരു അനുഭവമാണ്. അപ്പോൾ അങ്ങനെ ആ ആത്മാവ് ഇരിക്കുന്ന ഞാൻ, അതാണ് സച്ചിദാനന്ദ സ്വരൂപം. ആ ആത്മാവിരിക്കുന്ന ഞാൻ എന്നിൽ പിന്നീട് മായയുടെ പ്രഭാവം ഏറി വരുന്ന സമയത്താണ് എൻ്റെ ആ പ്രകൃതത്തിന് ചുറ്റും മായയുടെ, അജ്ഞതയുടെ മൂടുപടം എന്നിൽ ശക്തമാവുന്നത്. ആ മൂടുപടത്തിനുള്ളിൽ ഇരിക്കുന്ന ആത്മാവിനെ, ഈശ്വരനെ ഞാൻ തിരിച്ചറിയാതെ ഇന്ദ്രിയങ്ങളിലൂടെ ഞാൻ കാണുന്നതും കേൾക്കുന്നതും അനുഭവിക്കുന്നതുമായ കാര്യങ്ങൾ മനസ്സിൽ കൊണ്ടുവരികയും ആ ചിന്തകളുടെ കൂടെ ജീവിച്ച് ഈ പ്രയാണത്തിൽ ഞാൻ എന്നെ മറന്നുപോകും. അതാണ് ഞാൻ ശ്രീരാമനാകുന്ന ഞാൻ എന്ത് ചെയ്യണം എപ്പോഴും, ഈ പറയുന്ന ആരണ്യം, അല്ലെ, ഈ കാട്, ഈ പറയുന്ന യഥാർത്ഥ പരിണാമ പ്രകൃതിയിലേക്ക് പോയി അവിടെ നിന്ന് യഥാർത്ഥ സ്വത്വം തിരിച്ചെടുക്കാൻ വേണ്ടി ആത്മചൈതന്യത്തെ സഹായിക്കുന്ന ദേവചൈതന്യങ്ങളാണ് യഥാർത്ഥത്തിൽ ഈ ഋഷിമാർ. അപ്പോൾ അങ്ങനെ സുതീക്ഷ്ണൻ എന്ന് പറയുമ്പോൾ അജ്ഞതയുടെ മൂടുപടം തുളച്ച് സത്യം വെളിപ്പെടുത്തി തരുന്ന ആത്മീയ അവബോധത്തിൻ്റെ ഒരു ചൈതന്യമായി നമ്മൾ ഈ നാമത്തെ കാണാൻ സാധിക്കണം. യാഥാർത്ഥ്യത്തെക്കുറിച്ച്, അതായത് ഈശ്വരീയമായ സത്യത്തെക്കുറിച്ചിട്ടുള്ള ആഴത്തിലുള്ള ധാരണ നേടുന്നതിനായി ബുദ്ധിയും അവബോധവും മൂർച്ച കൂട്ടിയ ഒരു ഋഷിയുടെ ആദർശത്തെയാണ് യഥാർത്ഥത്തിൽ സുതീക്ഷണൻ എന്ന കഥാപാത്രം അവിടെ നമ്മളോട് സംവദിക്കുന്നത്, അല്ലെങ്കിൽ നമ്മളോട് പറയാൻ ഉദ്ദേശിക്കുന്ന തത്വം. അതായത് ഈശ്വരനെ അറിയാൻ, സ്വന്തം ഉള്ളിലുള്ള ആ ഈശ്വരനെ കുറിച്ച് ആഴത്തിലുള്ള ഒരു യഥാർത്ഥ ധാരണ നമ്മളിൽ ഉറപ്പിക്കാൻ നമ്മൾക്ക് വേണ്ടതെന്താ, ബുദ്ധിയും അവബോധവും മൂർച്ചയുള്ള തീക്ഷ്ണമായ അവസ്ഥയിലേക്ക് നമ്മൾ അതിനെ ഉയർത്തണം. നമ്മുടെ ശുദ്ധബോധം ആയ ആ കൃഷ്ണാവബോധവും അല്ലെങ്കിൽ ഈശ്വരാവബോധവും അതുപോലെ തന്നെ നമ്മുടെ അന്ധകരണത്തിലെ പ്രധാനിയായ മനോബുദ്ധി അഹങ്കാരത്തിലെ ബുദ്ധിയെയും മൂർച്ച കൂട്ടി വെച്ചാൽ നമുക്ക് നമ്മൾ ആരാണ് എന്നുള്ള ധാരണ വളരെ കൃത്യമായി കിട്ടും. ഇതിൻ്റെ സൂക്ഷ്മാർത്ഥം നോക്കുമ്പോൾ ഈ പറയുന്ന ഈശ്വര തത്വത്തെയും അതുപോലെ തന്നെ മിഥ്യയെയും വേർതിരിച്ചറിയുവാനുള്ള കഴിവുള്ള മൂർച്ചയുള്ളതും വിവേചനപരവുമായ ഒരു മനസ്സ്, ആ മനസ്സ് വളർത്തിയെടുക്കുന്ന ചൈതന്യമാണ് യഥാർത്ഥത്തിൽ സുതീക്ഷണൻ എന്ന് പറഞ്ഞാൽ. അപ്പം എൻ്റെയും നിങ്ങളുടെയും ഉള്ളിൽ യഥാർത്ഥത്തിൽ സത്യവും മിഥ്യയും വേർതിരിച്ചറിയാനുള്ള ആ കഴിവുള്ളതായ നമ്മുടെ ഒരു വിവേചന ശക്തിയുള്ള മനസ്സ്, അതാണ് സുതീക്ഷണൻ. അപ്പം മനുഷ്യാനുഭവത്തിൻ്റെ സങ്കീർണതകൾ മുറിച്ചു കടന്ന് അടിസ്ഥാന സത്യം വെളിപ്പെടുത്താനുള്ള അദ്ദേഹത്തിൻ്റെ കഴിവിൻ്റെ പ്രതീകമായിട്ടാണ് ആ തീക്ഷണത.
സൂക്ഷ്മാർത്ഥത്തിൽ അജ്ഞതയെ, ഈ പറയുന്ന പോലെ നമ്മളൊക്കെ ഗ്രസിച്ചിരിക്കുന്ന അജ്ഞതയെ സ്വയം വെളിപ്പെടുത്തുന്ന ആത്മീയ അവബോധത്തിൻ്റെ മൂർച്ച, നമ്മുടെ ഉള്ളിലുള്ള ബോധത്തിൻ്റെ തീക്ഷ്ണതയാണ് യഥാർത്ഥത്തിൽ സുതീക്ഷ്ണൻ. ആ ആത്മീയ വളർച്ചയെ പിന്തുടരുന്നതിൽ മൂർച്ചയുള്ളതും വിവേചനപരവുമായ ഒരു മനസ്സ് വളർത്തിയെടുക്കേണ്ടതിൻ്റെ പ്രാധാന്യം, അതുപോലെ ഈശ്വരനെക്കുറിച്ച്, ബ്രഹ്മതത്വത്തെക്കുറിച്ച് ആഴത്തിലുള്ള ധാരണ നേടുന്നതിന് ഭൗതിക ലോകത്തിൽ നിന്നുള്ള ശ്രദ്ധയും നമ്മൾ ഡിസ്ട്രാക്റ്റ് ചെയ്യുന്ന വ്യതിചലനങ്ങളും അതുപോലെ മിഥ്യാധാരണകളും താണ്ടി കടക്കേണ്ടതിൻ്റെ ആവശ്യകത നമ്മൾക്ക് ബോധ്യപ്പെടുത്തി തരുന്ന ആ ബോധത്തിൻ്റെ മൂർച്ച, യാഥാർത്ഥവും അല്ലെങ്കിൽ ആ യാഥാർത്ഥ്യവും തമ്മിലുള്ള സത്യവും അസത്യവും തമ്മിൽ വേർതിരിച്ചറിയാൻ ഒരാളെ പ്രാപ്തനാക്കുന്ന വിവേചനത്തിൻ്റെ ശക്തിയെയാണ്, സൂക്ഷ്മവും വിവേകപൂർണവുമായ ബുദ്ധിയിൽ നിന്ന് ഉദ്ഭവിക്കുന്ന ആ ജ്ഞാനത്തിൻ്റെ മൂർത്തീഭാവത്തെയാണ് യഥാർത്ഥത്തിൽ. കാരണം ബുദ്ധി സ്ട്രോങ് ആവണമെങ്കിൽ നമുക്ക് എന്ത് വേണ്ടി വരും? നല്ല ജ്ഞാനം ഉണ്ടാവേണ്ടി വരും. ആ ജ്ഞാനശക്തി അതാണ് നമ്മളെ തിരിച്ചറിയാൻ വേണ്ടി. ഇൻ്റലക്റ്റ് നമ്മൾ യൂസ് ചെയ്യുന്നത് എപ്പോഴും പ്രാക്ടിക്കൽ സെൻസിൽ കാര്യങ്ങൾ അപഗ്രഥിച്ച് അതിൽ നിന്ന് ശരിയായ വിവേകപൂർണമായ തീരുമാനം എടുക്കാനാണ്. അപ്പോൾ വ്യക്തതയോടും കൃത്യതയോടും കൂടി യാഥാർത്ഥ്യത്തെ മനസ്സിലാക്കുന്ന ഒരു ഉയർന്ന ബോധാവസ്ഥ കൈവരിക്കലാണ് യഥാർത്ഥത്തിൽ ഈ പറയുന്ന തത്വം. ഇപ്പോൾ ശ്രീരാമൻ്റെ യാത്രയുടെ പശ്ചാത്തലം നോക്കുമ്പോൾ, രാമായണത്തിൻ്റെ പശ്ചാത്തലം നോക്കുമ്പോൾ, അല്ലെങ്കിൽ എൻ്റെയും നിങ്ങളുടെയും ആത്മീയ ചൈതന്യത്തിൻ്റെ ആ അയനത്തിൻ്റെ പശ്ചാത്തലത്തിൽ നോക്കുമ്പോൾ സുതീക്ഷണൻ്റെ രൂപം, ആത്മീയമായ അവബോധം, അതിൽ നമ്മൾക്കുണ്ടാവുന്ന വിവേചനാധികാരം, ജ്ഞാനം എന്നിവ നമ്മുടെ ഉള്ളിൽ വളർത്തിയെടുക്കേണ്ടതിൻ്റെ പ്രാധാന്യത്തെ ഓർമ്മിപ്പിക്കുന്ന കഥാപാത്രമാണ്. സുതീക്ഷണനുമായുള്ള ശ്രീരാമൻ്റെ കൂടിക്കാഴ്ച അദ്ദേഹത്തിന് സ്വന്തം യാത്രയെയും ഈശ്വരീയമായ സ്വന്തം കഴിവിൻ്റെ സ്വഭാവത്തെയും കുറിച്ച് ചിന്തിക്കാനുള്ള അവസരമായിട്ടാണ് നമ്മൾ കണക്കിലെടുക്കേണ്ടത്. അപ്പോൾ രാമായണത്തിലെ സുതീക്ഷണൻ്റെ കഥാപാത്രം മനുഷ്യൻ്റെ അനുഭവം, അതിൻ്റെ ആത്മീയമായ വളർച്ച, ജ്ഞാനത്തിന് വേണ്ടിയുള്ള അന്വേഷണം എന്നിവയെക്കുറിച്ച് സമഗ്രമായി നമ്മൾക്ക് പറഞ്ഞു തരുന്ന ഒരു കഥാപാത്രമാണ്. അപ്പോൾ ഈ ഒരു ഋഷിയുടെ നാമത്തിൻ്റെ പ്രതീകാത്മക പ്രാധാന്യവും അദ്ദേഹത്തിൻ്റെ ആ തുളച്ചു കയറുന്ന ശക്തിയുള്ള ആത്മീയ അവബോധവും മനസ്സിലാക്കുന്നതിനുള്ള ഒരു അടിത്തറയാണ് ഈ കഥാപാത്രം എന്നാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. ഇനി അടുത്തത് ഏറ്റവും അരണ്യകാണ്ഡത്തിൽ പ്രാധാന്യമുള്ള കഥാപാത്രം ശൂർപ്പണഖയാണ്. ശൂർപ്പണഖ യഥാർത്ഥത്തിൽ രാമായണത്തിൻ്റെ ഒരു ടേണിംഗ് പോയിന്റ് തന്നെയാണ് എന്ന് വേണമെങ്കിൽ പറയാം. കാരണം രാമായണത്തിൽ വെറും ഒരു കഥാപാത്രമായിട്ടല്ല നമ്മൾ ശൂർപ്പണഖയെ മനസ്സിലാക്കേണ്ടത്. ആധുനിക കാലഘട്ടത്തിൽ പോലും ശൂർപ്പണഖയ്ക്ക് വലിയ ആരാധകരൊക്കെ ഉണ്ട്. നമ്മൾ ആസുരിക കഥാപാത്രമാണെന്ന് പറയുമ്പോഴും ആധുനിക കാലഘട്ടത്തിൽ വളരെയേറെ എന്താ പറയുക, ആരാധകരുള്ള ഒരു കഥാപാത്രമാണ്. എന്താ കാര്യം? വെറും ഒരു കഥാപാത്രമല്ല അവർ, മറിച്ച് ഒന്നിലധികം അർത്ഥതലങ്ങളുള്ള ഒരു സങ്കീർണമായ ഒരു പ്രതീകമാണ്, ഒരു കോംപ്ലിക്കേറ്റഡ് ഐക്കണാണ് യഥാർത്ഥത്തിൽ. ശൂർപ്പണഖയുടെ പ്രവൃത്തികളും വിധിയും മനുഷ്യൻ്റെ ആഗ്രഹങ്ങൾ, അതുപോലെ അഹങ്കാരം, ആത്മീയമായ വികാസത്തിൻ്റെ പാത, ഇതിഹാസത്തിൻ്റെ ചട്ടക്കൂടിനുള്ളിലുള്ള, അതായത് നമ്മൾ രാമായണത്തിലൊക്കെ കാണുന്ന കഥാപരമായ സൃഷ്ടിയാണ്, കാവ്യമാണ്. ആ കാവ്യത്തിനുള്ളിലും ആധുനിക കാലഘട്ടത്തിൽ ലിംഗപരമായ ചലനാത്മകതയുടെയും സാമൂഹിക പ്രതീക്ഷകളുടെയും സങ്കീർണതകൾ അതൊക്കെ വ്യാഖ്യാനിക്കുന്നതായിട്ട് കാണാം നമുക്ക് ശരിക്കും. ഈ വശങ്ങൾ നമ്മൾ എക്സ്പ്ലോർ ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ അത് പര്യവേക്ഷണം ചെയ്യുന്നത് രാമായണത്തിൻ്റെ ആഖ്യാനം അതിനെ ബേസ് ചെയ്തിട്ട് അതിൽ ഉൾച്ചേർത്തിരിക്കുന്ന എന്താ പറയുക, രൂപകം അല്ലെങ്കിൽ ആലങ്കാരികവും അതുപോലെ സൂക്ഷ്മവുമായ സമ്പന്നതയെക്കുറിച്ച് ആഴത്തിലുള്ള ധാരണ നമുക്ക് തരും. അക്ഷരാർത്ഥത്തിനപ്പുറം രാമായണത്തിൽ ശൂർപ്പണഖയുടെ കഥാപാത്രത്തിന് ഒരുപാട് പ്രാധാന്യമുണ്ട്. സൂക്ഷ്മമായതോ അലങ്കാരം ഉപമ അടിസ്ഥാനത്തിലൊക്കെ ചിന്തിക്കുമ്പോൾ, പ്രത്യേകിച്ച് അതിൻ്റെ ആത്മീയവും അതുപോലെ തന്നെ സൈക്കോളജിപരമായ മനഃശാസ്ത്രപരമായ വ്യാഖ്യാനങ്ങൾ കൂടെ നമ്മൾ അതിന് നോക്കി കണ്ടാൽ നമുക്ക് മനസ്സിലാവും. ശൂർപ്പണഖ എന്ന പേര് യഥാർത്ഥത്തിൽ ശൂർപ്പ നഖ എന്ന രണ്ട് പദങ്ങൾ ചേർന്നതാണ്. ശൂർപ്പ എന്ന വാക്ക് യഥാർത്ഥത്തിൽ വീശുന്ന അല്ലെ വീശുപാള, അല്ലെങ്കിൽ വീശുന്ന എപ്പോഴും എന്തിനാണ്, നമുക്ക് ഒരു ഉത്തേജനം എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഒരു റൈസ്, ധാന്യങ്ങൾ, വേറെ ഈ വിശറി എന്ന് പറയുമ്പോൾ തന്നെ നിഘണ്ടുവിൽ നോക്കുമ്പോൾ നമ്മളിപ്പോൾ ഈ ധാന്യങ്ങൾ അവയുടെ തൊണ്ടിൽ നിന്ന് വേർതിരിക്കാൻ ഉപയോഗിക്കുന്ന നമ്മൾ ഈ പറയില്ല ഗ്രൈൻഡിങ് പാർട്ടിനെയും നമ്മൾ ഈ പറയുന്ന ശൂർപ്പ എന്ന് വിളിക്കും. അതായത് നമ്മുടെ സ്പ്ലിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഇപ്പോൾ ലെൻറ്റിൽസിനൊക്കെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്യുന്ന കണ്ടില്ല, ഇപ്പം തുവരയും അല്ലെങ്കിൽ പരിപ്പ് വർഗ്ഗങ്ങൾ, കടല വർഗ്ഗങ്ങളൊക്കെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്നത്, അതിന് പുറംതൊലി നീക്കാൻ ഉപയോഗിക്കുന്നതെന്ന് വേണമെങ്കിൽ പറയാം. നഖ എന്നുള്ളത് യഥാർത്ഥത്തിൽ നഖങ്ങളെ തന്നെ, അതായത് ശൂർപ്പണഖയുടെ അക്ഷരാർത്ഥം നോക്കിയാൽ
വീശുന്ന വിശറി പോലെയുള്ള നഖങ്ങളുള്ളവൾ എന്നാണ് വേണമെങ്കിൽ നമുക്ക് പറയാം. വാച്യാർത്ഥം പ്രകാരം വേണമെങ്കിൽ പറയാം. വളരെ നീളമുള്ളതും മൂർച്ചയുള്ളതും അല്ലെങ്കിൽ പ്രകടമായതുമുള്ള നഖങ്ങൾ ഉണ്ടായിരുന്നു എന്ന സാരം. ഇപ്പം രാമായണത്തിലെ ശൂർപ്പണഖ എന്താണ് അപ്പം ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ എന്താണ് അതിൻ്റെ സൂക്ഷ്മമായ വശങ്ങൾ, അത് എന്താണ് പ്രതീകവൽക്കരിക്കുന്നത്? ഒന്ന്, അനിയന്ത്രിതമായ ആഗ്രഹങ്ങളെയും ആസക്തികളെയും പ്രതിനിധാനം ചെയ്യുന്നതാണ് ഒന്നാമത് നമ്മൾ ശൂർപ്പണഖയിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. രണ്ട്, മാറ്റത്തിൻ്റെ, ഉത്തേജകവും സംഘർഷത്തിൻ്റെ ഒരു പ്രേരക ശക്തിയായിട്ട്, ഒരു കാറ്റലിസ്റ്റിനെ പോലെ ആണ് ശൂർപ്പണഖ എന്ന കഥാപാത്രത്തിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. മൂന്ന്, അഹങ്കാരത്തിൻ്റെയും അല്ലെങ്കിൽ താഴ്ന്ന തലത്തിലുള്ള പേഴ്സണാലിറ്റിയുടെയും ഒരു മൂർത്തിഭാവം. മൂന്ന്, നാലാമത് നോക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവും, ഒരു സ്ത്രീയോട് അന്യായം ചെയ്യുന്നതും അവളുടെ ശബ്ദത്തെ അടിച്ചമർത്തപ്പെടുന്നതും നമുക്കിവിടെ വേണമെങ്കിൽ ഒരു തരത്തിൽ ആധുനികമായ ഇൻ്റർപ്രിട്ടേഷൻസ് ആണ് ഞാൻ ഈ നാലാമത് പറഞ്ഞത്. പുരാണ തലത്തിൽ നിന്ന് വേറിട്ട് മാറി ആധുനിക സമൂഹം ചിന്തിക്കുന്നത് അങ്ങനെയാണ്. അതാണ് ഞാൻ ആരാധകരുണ്ടെന്ന് തുടക്കത്തിൽ പറഞ്ഞത്, ഈ ഒരു സൈക്കോളജി വെച്ചിട്ടാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ ആദ്യത്തെ ഒരു പ്രതീകം എന്താണ്? അനിയന്ത്രിതമായ ആഗ്രഹങ്ങളെയും ആസക്തികളെയും പ്രതിനിധീകരിക്കുന്നതാണ് ശൂർപ്പണഖ എന്ന കഥാപാത്രം. ശൂർപ്പണഖ ശ്രീരാമനെയും പിന്നീട് ലക്ഷ്മണനെയും പരസ്യമായും അതുപോലെ തന്നെ ആക്രമണാത്മകമായും പിന്തുടരുന്നത് അനിയന്ത്രിതമായ ആഗ്രഹങ്ങളെയും ആസക്തികളെയും പ്രതീകവൽക്കരിക്കുന്നതാണ്. അതായത് ഒരു മനുഷ്യ മനസ്സിൻ്റെ, ഇന്ദ്രിയങ്ങളുടെ അനിയന്ത്രിതമായ ആഗ്രഹങ്ങളെ പിന്തുടരൽ എന്ന ഒരു ക്രമത്തെയാണ് അവിടെ ശൂർപ്പണഖ പ്രതിനിധാനം ചെയ്യുന്നത്, അല്ലെങ്കിൽ പ്രതീകവൽക്കരിക്കുന്നത്, അല്ലെങ്കിൽ ഐക്കൺ വൽക്കരിക്കുന്നത്. അതെന്താണ്? അത് കുഴപ്പത്തിലേക്കും നാശത്തിലേക്കും നമ്മളെ നയിക്കും. കാരണം അനിയന്ത്രിതമായ എന്ത് ആഗ്രഹവും നമ്മുടെ വേൾഡ്ലി ലൈഫിൽ, നമ്മുടെ ഇന്നത്തെ ജീവിതത്തിൽ നമുക്കറിയാം, മനസ്സിന് നിയന്ത്രിക്കാൻ കഴിയാത്ത ആഗ്രഹങ്ങളൊക്കെ നമ്മളെ കുഴപ്പത്തിലേക്ക് എത്തിക്കുള്ളൂ. അതുപോലെ തന്നെ ശാരീരികമായ സംതൃപ്തിയിലേക്കുള്ള അവളുടെ ആഗ്രഹം, അത് കാരണം അവൾ ശ്രീരാമനെയും ലക്ഷ്മണനെയും ഒക്കെ കാമത്തിൻ്റെ കണ്ണുകളിലാണ് സമീപിക്കുന്നത്. അപ്പോൾ അത് ശാരീരികമായ സംതൃപ്തിയിലേക്കുള്ള അവളുടെ ആഗ്രഹവും ധാർമ്മികതയോ പരിണിത ഫലങ്ങളെയോ പരിഗണിക്കാതെയുള്ള അവളുടെ ഉടനടിയുള്ള ഒരു അഭിനിവേശം, അതാണ് കാണിക്കുന്നത്. അപ്പോൾ ആത്മീയ വളർച്ചയുടെ പാതയിൽ ഒരാളെ വ്യതിചലിപ്പിക്കുന്നത് എപ്പോഴും ലൗകികമായ ആഗ്രഹങ്ങളാണ്. ലക്ഷ്മണൻ ഈ കഥാസന്ദർഭത്തിൽ ശൂർപ്പണഖയുടെ മൂക്കും ചെവിയും അവളുടെ സ്തനങ്ങളും മുറിച്ചതിന് യഥാർത്ഥത്തിൽ പ്രതീകം എന്താണ്? അത് നമ്മളിൽ നിന്ന്, അല്ലെങ്കിൽ നമ്മളോട് പറയാൻ ഉദ്ദേശിക്കുന്നത്, ഈ അനിയന്ത്രിതമായ ആഗ്രഹങ്ങളെയും ആസക്തികളെയും നിയന്ത്രിക്കുന്നതിനുള്ള പ്രതീകാത്മകമായ ഒരു പ്രവൃത്തിയാണ് യഥാർത്ഥത്തിൽ ലക്ഷ്മണൻ എന്നുള്ളത് നമ്മൾക്കറിയാലോ, ബുദ്ധിയാണ്. അപ്പോൾ ബുദ്ധി ഉപയോഗിച്ച് പ്രാക്ടിക്കലായ, നമ്മളിപ്പം എന്തെങ്കിലും ഒരു പെട്ടെന്ന് ഒരു ആഗ്രഹം വന്നു അല്ലെങ്കിൽ അനിയന്ത്രിതമായ ആഗ്രഹം, അതിലേക്ക് പോകുമ്പോൾ നമ്മുടെ അന്ധകരണം യഥാർത്ഥത്തിൽ നമ്മളെ തടയും, അതിനെ ഇല്ലാതാക്കാൻ ശ്രമിക്കും. ബുദ്ധി എപ്പോഴും ഇടപെടുന്നത് പ്രാക്ടിക്കലായ കാര്യങ്ങൾ പറഞ്ഞിട്ടായിരിക്കും. ഇങ്ങനെ പോയാൽ നാളെ ഇന്ന പ്രശ്നത്തിൽ നിങ്ങൾ ചെന്ന് പെടും, അതുകൊണ്ട് പോകരുത് എന്ന് ഉള്ളിൽ നിന്ന് ഇയാൾ പറയും. അപ്പോൾ ഇതാണ് ലക്ഷ്മണൻ അവളുടെ മൂക്കും ചെവിയും ഈ പറയുന്ന സ്ഥലങ്ങളും മുറിച്ചു എന്ന് പറയാനുള്ള കാരണം, അല്ലെങ്കിൽ അത് നമ്മളോട് പറയാൻ ഉദ്ദേശിക്കുന്ന കഥാതന്തു, അല്ലെങ്കിൽ അതിൻ്റെ മാനസികമായ വശം, അല്ലെങ്കിൽ അതിൻ്റെ താത്വികമായ വശം ഇതാണ്. അപ്പോൾ ഇതിനെ നിയന്ത്രിക്കാനാണ് അത് ഛേദിക്കുന്നത്. ഇത് അങ്ങനെ ഛേദിച്ചാൽ മാത്രമാണ് ഈ പറയുന്ന ഇന്ദ്രിയങ്ങളുടെ ആ ഒരു ഓട്ടത്തിൽ നിന്ന്, നമ്മൾ ഭഗവത്ഗീതയിൽ കണ്ടിട്ടില്ലേ, ശ്രീകൃഷ്ണൻ തേരിൽ കുതിരകളെ പൂട്ടി ഇങ്ങനെ കടിഞ്ഞാൻ പിടിച്ച് നിൽക്കുന്നത് കണ്ടിട്ടില്ലേ? അതിൻ്റെ അർത്ഥം ഇത് തന്നെയാണ്. ആ ചിത്രം പ്രതീകവൽക്കരിക്കുന്നത് ഇതാണ്. കാരണം നമ്മുടെ ഇന്ദ്രിയങ്ങളാണ് അവിടെ കുതിര, രഥം നമ്മുടെ ശരീരവും. അപ്പോൾ ആ ശരീരത്തെ നയിക്കുന്നത് ഈ കുതിരകളാണ്, ഇന്ദ്രിയങ്ങളാണ്. ആ ഇന്ദ്രിയങ്ങൾക്ക് മേൽ നമ്മുടെ യഥാർത്ഥ ബോധത്തിന്, അവബോധത്തിന്, ആത്മാവബോധത്തിനുള്ള നിയന്ത്രണമാണ് യഥാർത്ഥത്തിൽ ആ കടിഞ്ഞാൻ പിടിച്ച് നിൽക്കുന്ന കൃഷ്ണൻ നമ്മളോട് പറയാൻ ഉദ്ദേശിക്കുന്ന സന്ദേശം. അപ്പം ഇത് എന്താണ്? ഇതേ സന്ദേശമാണ് ഇവിടെയും പറയുന്നത്. കാരണം എന്താ? അനിയന്ത്രിതമായ ആഗ്രഹങ്ങളെ ലക്ഷ്മണൻ ഛേദിക്കുന്നു. ലക്ഷ്മണൻ ബുദ്ധിയാകുന്നതുകൊണ്ട് ബുദ്ധി ഛേദിക്കുന്നു, പ്രാക്ടിക്കൽ മൈൻഡ് ഛേദിക്കുന്നു. അങ്ങനെ ഛേദിച്ചാൽ മാത്രമേ ആത്മാവിന് സ്വന്തം പ്രകൃതത്തിലേക്കുള്ള യാത്ര
ആ ഉയർന്ന ബോധത്തിലേക്കുള്ള ആത്മീയ യാത്രയിലെ അനിവാര്യമായ ഈ ഘട്ടങ്ങളെ തരണം ചെയ്യാൻ സാധിക്കുള്ളൂ. ഇനി രണ്ടാമത് ശൂർപ്പണഖയുടെ പ്രതീകം മാറ്റത്തിൻ്റെ ഉത്തേജകവും സംഘർഷത്തിൻ്റെ പ്രേരകവും ആയ ഒരു ചാലകത്വം വഹിക്കുന്നുണ്ട് അവിടെ. അതായത് എന്താ, രാമായണത്തിൻ്റെ മുഴുവൻ ഇതിവൃത്തത്തെയും ചലനാത്മകമാക്കുന്നതിൽ ശൂർപ്പണഖയുടെ പ്രവർത്തനമാണ് നിർണായകമായത്. ഓക്കെ, കാരണം അവിടെ നിന്നാണ് ഇൻസ്റ്റിഗേഷൻസ് ഒക്കെ തുടങ്ങുന്നത്. എല്ലാ പ്രശ്നങ്ങളുടെ തുടക്കം, ദ കാറ്റലിസ്റ്റ് അല്ലെങ്കിൽ ആ പ്രോസസ്സിനെ ഫ്യൂവൽ ചെയ്തത്, ആ ഒരു ഇനീഷ്യൽ ഫയർ സ്റ്റാർട്ട് ചെയ്തത് ശൂർപ്പണഖയുടെ പ്രവർത്തനമാണ്. അതുകൊണ്ട് തന്നെ അത് ഈ പറയുന്ന പോലെ മുഴുവൻ ഇതിവൃത്തത്തിൻ്റെയും ചലനാത്മകമായ കൈനറ്റിക് എനർജി ആയിട്ട് പ്രവർത്തിക്കുന്നു, ഉത്തേജക ശക്തിയായിട്ട് പ്രവർത്തിക്കുന്നു, അല്ലെങ്കിൽ ഡൈനമിസം. രാമായണത്തിൻ്റെ ഡൈനമിക് എനർജി സ്റ്റാർട്ട് ചെയ്യുന്നത് ശൂർപ്പണഖയുടെ പ്രവർത്തനത്തിൽ നിന്നാണ്. അവളുടെ അപമാനവും അതേ തുടർന്ന് രാമനും ലക്ഷ്മണനും നേരെ രാവണൻ നടത്തിയ പ്രേരണ, അതായത് യുദ്ധത്തിന് പ്രേരിപ്പിക്കുക എന്നുള്ളത് അല്ലേ, ആ രാവണൻ യുദ്ധത്തിന് പ്രേരിപ്പിക്കുന്നതാണ് സീതയുടെ തട്ടിക്കൊണ്ടുപോകൽ. തുടർന്ന് അത് യുദ്ധത്തിലേക്ക് നേരിട്ട് നയിക്കുകയും ചെയ്യുന്നു. അപ്പം ഒരു സൂക്ഷ്മമായ വീക്ഷണകോണിൽ നിന്ന് നമ്മുടെ ഇതിനെ സൂക്ഷ്മ തലത്തിലേക്ക് കൊണ്ടുപോയാൽ, ഇത് കഥാപശ്ചാത്തലത്തിലാണ് ഞാൻ പറഞ്ഞത്, ഇനി സൂക്ഷ്മ തലത്തിലേക്ക് കൊണ്ടുപോയാൽ ആഴത്തിലുള്ള കർമ്മഫലങ്ങളുടെ പ്രകടനത്തിനും, അതായത് നമ്മുടെ ഉള്ളിൽ ആഴത്തിലുള്ള കർമ്മഫലങ്ങളുണ്ട്, അതിൻ്റെ പ്രകടനത്തിനും ഈശ്വരീയമായ പദ്ധതിയുടെ വികാസത്തിനും ആവശ്യമായ പ്രേരകമായി നമുക്ക് അവളെ കാണാൻ കഴിയും. രണ്ട് തലത്തിൽ നമ്മളിൽ ഉറഞ്ഞിരിക്കുന്ന ആഴത്തിലുള്ള കർമ്മഫലങ്ങളുടെ ആവിർഭാവത്തിനും ഈശ്വരീയമായ പദ്ധതിയുടെ വികാസത്തിനും ആവശ്യമായ പ്രേരക ശക്തിയായിട്ടാണ് ശൂർപ്പണഖയെ നമ്മൾ കാണേണ്ടത്. വ്യക്തിപരമായ ഉദ്ദേശങ്ങളാൽ നയിക്കപ്പെടുന്ന അവളുടെ പ്രവർത്തനങ്ങൾ ആത്യന്തികമായി ഒരു വലിയ ലക്ഷ്യത്തിന് സഹായിക്കുന്നതാണ്. അപ്പോൾ ശൂർപ്പണഖ അങ്ങനെ ഇൻസ്റ്റിഗേറ്റ് ചെയ്തതുകൊണ്ട് രാവണൻ എന്ന കഥാപാത്രം പുറത്തേക്ക് വരുന്നു. ഇതത് മനുഷ്യൻ്റെ തലത്തിൽ ചിന്തിച്ചാലും, നിങ്ങളും എൻ്റെയും ജീവിതത്തിൻ്റെ തലത്തിൽ ചിന്തിച്ചാലും, നമ്മളുടെ ഉള്ളിൽ ഈ ഇന്ദ്രിയങ്ങൾക്ക് അനിയന്ത്രിതമായ വാസനകൾ, കാമവാസനകൾ ഉള്ളതുകൊണ്ട് ഈ പറയുന്ന ആ ഫയർ, ഇന്ദ്രിയങ്ങൾക്കുള്ള ഫയർ, ഒരു കാര്യത്തെ അനിയന്ത്രിതമായി പിന്തുടരാനുള്ള കഴിവ് എന്താ പറയുക, നമ്മളിൽ ഉണരുന്ന സമയത്താണ് നമ്മളിൽ ബുദ്ധി ആക്റ്റീവ് ആവാം അതിനെ ഛേദിക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ ആ സമയത്ത് എന്താവും, ഇത് ഛേദിച്ചാലും ഈ ആഗ്രഹം വീണ്ടും വീണ്ടും പുനരവതരിക്കും. അതാണ് രാവണനോട് പോയിട്ട് 10 തലയുള്ള അസുര രാജാവിനോട് പറയുന്നത്. എന്തുകൊണ്ടാണ്? ഒരു ഡയമെൻഷനിൽ അവളെ ഛേദിക്കുന്ന സമയത്ത് അവൾ ആ ഡയമെൻഷൻ്റെ എണ്ണം കൂട്ടിയിട്ടാണ് അല്ലേ, പിന്നെ ഖരനോട് പറയുന്നു. അങ്ങനെ ഓരോ സ്ഥലത്ത് ചെന്ന് അത് വീണ്ടും അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് വർദ്ധിപ്പിക്കുകയാണ്. മൾട്ടി ഡയമെൻഷനലായിട്ട് ഈ ആഗ്രഹം അങ്ങ് വളരുകയാണ്. ആ വളരുന്ന സമയത്താണ് അത് യുദ്ധത്തിലേക്ക് സീതയെ തട്ടിക്കൊണ്ടുപോകണം. സീതയെ തട്ടിക്കൊണ്ടുപോകുക എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണ്? യഥാർത്ഥത്തിൽ നമ്മളുടെ ജീവചൈതന്യം പോലും, യഥാർത്ഥത്തിൽ ജീവചൈതന്യത്തിൻ്റെ ധർമ്മം എന്താണ്? ആത്മചൈതന്യവുമായി മേളിച്ചിരിക്കലാണ് ജീവചൈതന്യത്തിൻ്റെ ധർമ്മം. അപ്പോൾ സീതയുടെ ധർമ്മം ശ്രീരാമനുമായി ചേർന്നിരിക്കുക എന്നുള്ളതാണ്. പക്ഷെ സീതയ്ക്ക് പോലും എന്തായി? ഇത് ഈ പറയുന്ന മാരീചനൻ എന്ന മാനിൽ മോഹമുണർത്തി. അതായത് സീത പോലും സ്വയം സാക്ഷാത്കാരം മറന്നുപോയി. എന്താണ് ധർമ്മം എന്നുള്ളത് മറന്ന് അവൾ എന്ത് ചെയ്തു? ഈ പറയുന്ന മായയിൽ പെട്ടു. ആ മായയിൽ പെടുന്നതാണ് സീതയെ അപഹരിക്കുന്നത്. ആ രാവണൻ എന്ന വാസനകൾ, അങ്ങനെ ഇന്ദ്രിയ അവബോധത്തിലേക്ക് വഴുതി വീണ എൻ്റെയും നിങ്ങളുടെയും ജീവചൈതന്യമാകുന്ന സീത ആരുടെ പിടിയിലാവുകയാണ്? നമ്മുടെ വാസനകളുടെ പിടിയിലാവുകയാണ്. ഉദാഹരണം പറഞ്ഞാൽ, ഇപ്പം നമ്മൾക്ക് ഫാസ്റ്റ് ഫുഡ് കഴിക്കാനുള്ള ത്വര ഉള്ളിൽ ജനിച്ചു. നമ്മളത് ഇന്ദ്രിയങ്ങളോട് പെർസീവ് ചെയ്യും. എവിടെ കിട്ടും? KFC അങ്ങനെയുള്ള ഔട്ട്ലെറ്റ്സിലൊക്കെ നമ്മൾ നോക്കും. അത് നമ്മൾ ഭക്ഷിക്കുന്ന സമയം ആ ആസ്വാദനം ഇന്ദ്രിയങ്ങളിലൂടെ ഞാൻ ആ കാര്യം ഫലവത്തായിട്ട് ആഗ്രഹം സാക്ഷാത്കരിക്കുന്ന സമയം പിന്നീട് എൻ്റെ ഉള്ളിൽ രാവണൻ ഉയരുകയാണ്. അതിനോടുള്ള അറ്റാച്ച്മെൻറ്റ്സ്, അതിനോടുള്ള ടെൻഡൻസീസ്, വാസനകൾ ഉണരുകയാണ്. ഈ വാസനകൾക്ക് പിറകെ എൻ്റെ സീത എന്ത് ചെയ്യും? അതിൻ്റെ തടങ്കലിൽ രാവണൻ നയിക്കുന്നത് പോലെ തന്നെ സീതയും പോകും. നമ്മളത് ഒരു ബൾക്ക് ഈറ്റർ ആവും. ക്രമേണ നമ്മുടെ ശരീരവും അതിൻ്റെ വ്യവസ്ഥയും ഒക്കെ മോശമാവും. ആരോഗ്യം മോശത്തിലേക്കാവും. അപ്പോൾ ആ മോശമാകുന്ന
അവസ്ഥയിൽ നമ്മുടെ ആത്മാവ് ഇടപെടും, ആത്മചൈതന്യം ഇടപെടും. എന്തിനാണ്? ഈ മോശാവസ്ഥയിൽ നിന്ന് നമ്മളെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. അവിടെയാണ് ഈ പറയുന്ന യുദ്ധം നടക്കുന്നത്. ആ യുദ്ധം നടക്കുമ്പോൾ നമ്മുടെ വാസനകളെ നമ്മൾ ഹനിക്കും. ഹനിച്ചതിന് ശേഷം, അതായത് രാവണനെ കൊന്നതിന് ശേഷം സീതയെ വീണ്ടെടുക്കും. അതായത് ഇന്ദ്രിയങ്ങളിലേക്ക് അകപ്പെട്ടു പോയ സീതയെ, ഇന്ദ്രിയ പ്രേരക ശക്തി, ചാലക ശക്തിയിലേക്ക്, മായാവലയത്തിലേക്ക് പോയ മായാസീതയെ തിരിച്ച് യഥാർത്ഥ സീതയായി തിരിച്ചെടുക്കും. അല്ലേ? നമ്മൾ പറഞ്ഞിട്ടുണ്ട്, അഗ്നിയിൽ ലയിച്ചിരിക്കുന്ന സീതയും പുറത്തേക്ക് പോയത് മായാസീതയുമാണ്. ആ മായാസീതയിൽ നിന്ന് രാവണനെ വധിച്ച് ആ മായാസീതയിൽ നിന്ന് യഥാർത്ഥ സീതയെ വീണ്ടെടുക്കുന്നതാണ് രാമായണം എന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ ഇതാണ് യഥാർത്ഥത്തിൽ ആ കഥയുടെ യഥാർത്ഥ തത്വം നമ്മളോട് പറയാൻ ഉദ്ദേശിക്കുന്നത്. ഇത് നമ്മുടെ ജീവിതത്തിൽ നടക്കുന്ന സംഭവം തന്നെയാണ്. ഞാനീ പറയുന്ന പോലെ, ഞാനിപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞില്ലേ, നമ്മൾ ബൾക്ക് ഈറ്റിംഗ്, നമ്മൾ ഫാറ്റി ടൈപ്പ് ഓഫ് എന്താ പറയുക, നമ്മൾ ഫാറ്റിലേക്ക് മാറുന്നതും നമ്മുടെ ശരീരക്രമമൊക്കെ അപകടത്തിലാവുന്നതും ഇത് തന്നെയാണ് സംഭവം. അത് രാമായണത്തിൻ്റെ ഭാഷയിലൂടെ ഞാൻ പറഞ്ഞു തന്നെന്ന് മാത്രമേ ഉള്ളൂ. ഇത് തന്നെയാണ് വാൽമീകി ചെയ്തതും. അപ്പോൾ വാൽമീകി നമ്മളോട് പറയാൻ ഉദ്ദേശിക്കുന്നതൊക്കെ നിങ്ങളുടെയും എൻ്റെയും ഡേ ടു ഡേ ലൈഫിൽ നടക്കുന്ന കാര്യമാണ് ഇത്. അല്ലാതെ ഇത് ത്രേതായുഗത്തിൽ നടന്നതുകൊണ്ട് ഇവിടെ 21st സെഞ്ചുറിയിൽ ഇതിന് ഒരു റെലവൻസും ഇല്ല, ഇതൊക്കെ ഒരു ഇതിഹാസമല്ലേ, ഇതൊക്കെ എന്തിനാണ് വെറുതെ ശ്രീരാമനെ ഇത്രയും വലിയ ഫോർട്ടിഫൈ ചെയ്ത് കാണിക്കണമെന്നൊക്കെ ചോദിച്ചാൽ, അത് എന്താണ് രാമായണം എന്ന് അറിയാതെ രാമായണത്തെ ഫോളോ ചെയ്യുന്ന ആളുകൾക്കാണ് ശ്രീരാമൻ ഈ പറയുന്ന പോലെ സീതയെ കാട്ടിൽ ഉപേക്ഷിച്ച ആളാണെന്നൊക്കെ പറഞ്ഞ് അദ്ദേഹത്തിനെതിരെ ബ്ലോഗ് എഴുതാൻ സാധിക്കുള്ളൂ. അപ്പോൾ ഇങ്ങനെ ശൂർപ്പണഖ വലിയൊരു ലക്ഷ്യത്തിന് സഹായിക്കുന്ന ഒരു ഇനീഷ്യൽ ഫയർ ആണെന്ന് വേണമെങ്കിൽ. അപ്പോൾ ശൂർപ്പണഖയെ കൊണ്ട് എന്താ ഗുണം എന്ന് പറഞ്ഞാൽ, ഗുണമുണ്ട്. രാവണനെ ഇല്ലാതാക്കാൻ ശ്രീരാമന് സഹായിച്ച ആളാണെന്ന് വേണമെങ്കിൽ പറയാം, ഇൻ ദ പോസിറ്റീവ് സെൻസ്. ഓക്കെ, നമുക്കതിൻ്റെ നെഗറ്റീവ് സെൻസിലും എടുക്കാം. ഈ കുഴപ്പങ്ങൾക്കൊക്കെ കാരണം ഇയാളായിരുന്നു, ശരിയാണ്. പക്ഷെ ആ കുഴപ്പങ്ങളുടെ ആന്തരികമായ റിസൾട്ട് എന്തായിരുന്നു? ശ്രീരാമന് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുന്ന വാസനകളെ ഇല്ലാതാക്കാൻ കഴിഞ്ഞു, എൻ്റെ ജീവാത്മാവിന്. അങ്ങനെ ആ ആത്മാവിൻ്റെ അയനം, ആ യാത്ര പൂർത്തിയാവുന്നു. ഇനി മൂന്നാമത് തത്വം എന്താണ്? അഹങ്കാരത്തിൻ്റെയും താഴ്ന്ന വ്യക്തിത്വത്തിൻ്റെയും മൂർത്തീഭാവമാണ്. അത് ചില വ്യാഖ്യാനങ്ങളിൽ ശൂർപ്പണഖ അഹങ്കാരത്തെ പ്രതിനിധാനം ചെയ്യുന്നത് കാണുന്നുണ്ട് രാമായണത്തിൻ്റെ. പ്രത്യേകിച്ച് ഊതിപ്പെരുപ്പിച്ചതും അനിയന്ത്രിതവുമായ അഹങ്കാരം, എക്സാജറേറ്റ് ചെയ്ത അഹംഭാവം. ആത്മീയ പാതയിൽ ഇത് ഒരു പ്രധാന തടസ്സമാണ്. കാരണം നമ്മുടെ ഈഗോ, ഒരു ശരാശരി ഈഗോ ഒക്കെ മനുഷ്യനുണ്ടെങ്കിലാണ് പ്രകൃതിയിൽ നമുക്ക് ജീവിക്കാൻ നമ്മളായി ജീവിക്കാൻ സാധിക്കുള്ളൂ. പക്ഷെ അത് എക്സാജറേറ്റ് ചെയ്ത് പോയാൽ, ഓവർ പ്രൊജക്ഷനിലേക്ക് പോയി കഴിഞ്ഞാൽ, അത് നമുക്ക് ഈ സ്പിരിച്വൽ യാത്രയിൽ ഭയങ്കര പ്രശ്നമാവും. സ്വന്തമാക്കാനും നിയന്ത്രിക്കാനുമുള്ള അവളുടെ ആഗ്രഹം, അതായത് ശ്രീരാമനെയും ജീവചൈതന്യത്തെയും ബുദ്ധിയെയും തൻ്റെ പക്ഷത്തേക്ക് ആക്കാൻ വേണ്ടിയിട്ടാണ് യഥാർത്ഥത്തിൽ ശൂർപ്പണഖ ശ്രമിക്കുന്നത്. അപ്പോൾ അത് ഈ പറയുന്ന ഈഗോ എന്ത് ചെയ്യുന്നു? ജീവാത്മ ചൈതന്യത്തെയും ബുദ്ധിയെയും തൻ്റെ ഭാഗത്തേക്ക്, അതിനെ സ്വന്തമാക്കണം, ശ്രീരാമനെ സ്വന്തമാക്കണം, അല്ലെങ്കിൽ ലക്ഷ്മണനെ സ്വന്തമാക്കണം, അവരെ നിയന്ത്രിക്കാൻ കഴിയണം. അങ്ങനെ തിരസ്കരണത്തോടുള്ള അവളുടെ അക്രമാസക്തമായ പ്രതികരണം അത് റിജക്റ്റ് ചെയ്യുമ്പോൾ, അതായത് ജീവാത്മാവും ബുദ്ധിയും അത് റിജക്റ്റ് ചെയ്യുന്ന സമയത്ത്, ശ്രീരാമനും ലക്ഷ്മണനും അത് റിജക്റ്റ് ചെയ്യുന്ന സമയത്ത്, അവളുടെ ഓഫർ റിജക്റ്റ് ചെയ്യുന്ന സമയത്ത് അവൾ കൂടുതൽ ആക്രമണ സ്വഭാവമാണ്. അവളുടെ പ്രതികരണം എങ്ങനെയാണ്? റിസ്പോൺസ് അക്രമമാണ്. അഹങ്കാരവും സ്വാർത്ഥ ലക്ഷ്യങ്ങളും നയിക്കുന്ന താഴ്ന്ന വ്യക്തിത്വത്തിൻ്റെ സവിശേഷങ്ങളാണിത്. കാരണം നിങ്ങളും ഞാനും എൻ്റെ പേഴ്സണാലിറ്റിയിൽ നമ്മൾ ചിന്തിച്ച അവസ്ഥയിൽ, ഞാനിപ്പോൾ പലതും ഇയാളുടെ ജീവിതത്തിൽ ഞാൻ ഇങ്ങനെയാവണം, അല്ലെങ്കിൽ അയാളെ എനിക്ക് സ്വന്തമാക്കണം എന്ന് ഞാൻ പറയുന്ന സമയത്ത് അയാൾ അത് റിജക്റ്റ് ചെയ്താൽ, അത് ആക്സെപ്റ്റ് ചെയ്യാതെ അയാളോടുള്ള പകയിലേക്കും വിദ്വേഷത്തിലേക്കും അക്രമത്തിലേക്കും നയിക്കുന്നത് ഈ പറയുന്ന പോലെ അൺകൾച്ചേർഡായ ഒരു പേഴ്സണാലിറ്റിയുടെ ഗുണങ്ങളാണെന്ന് പറയും, സവിശേഷതകളാണ്. അപ്പോൾ അങ്ങനെ ആ താഴ്ന്ന ലക്ഷ്യമുള്ള ഒരു വ്യക്തിത്വത്തിൻ്റെ പ്രതിഫലനമാണ് യഥാർത്ഥത്തിൽ ശൂർപ്പണഖ ചൈതന്യം നമ്മളോട് പറയുന്ന മൂന്നാമത്തെ പ്രതീകം. നാലാമത്തത് എന്താണ്? അത് ഒരു സ്ത്രീയോട് അന്യായം ചെയ്തതും അവളുടെ ശബ്ദം അടിച്ചമർത്തപ്പെട്ടതും എന്നുള്ള ഒരു രീതിയിൽ വേണമെങ്കിൽ, ഇതൊരു മോഡേൺ പെർസ്പെക്റ്റീവാണ്. ശരിക്കും സ്പിരിച്വൽ പെർസ്പെക്റ്റീവ് ആണെന്ന് പറഞ്ഞുകൂടാ, സാമൂഹികമായ കൾച്ചറൽ അല്ലെങ്കിൽ സോഷ്യൽ പെർസ്പെക്റ്റീവ് ആണെന്ന് വേണമെങ്കിൽ പറയാം. ശൂർപ്പണഖയുടെ കഥാപാത്രത്തിൻ്റെ കൂടുതൽ ആധുനിക വ്യാഖ്യാനങ്ങൾ, അതാണ് ഞാൻ മോഡേൺ പെർസ്പെക്റ്റീവ് ആണെന്ന് പറയാം, ആധുനിക വ്യാഖ്യാനങ്ങളാണ്. കാരണം അത് എന്തിനാണ് കേന്ദ്രീകരിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞാൽ, സാഹചര്യങ്ങളുടെയും സാമൂഹിക പ്രതീക്ഷകളുടെയും ഇരയായ ഒരു സങ്കീർണ വ്യക്തി എന്ന നിലയിലാണ്.
അതായത് സാമൂഹികമായ ഒരു പ്രതീക്ഷ. ഇപ്പോൾ സൗന്ദര്യമുള്ള ഒരാളിനെ, ഒരു തേജസ്സുള്ള ഒരു മനുഷ്യനെ സ്വന്തമാക്കണം എന്നുള്ളത് സാമൂഹികമായിട്ടുള്ള ഒരു പ്രതീക്ഷയാണ്. ആ പ്രതീക്ഷകളും അതിന് ഒത്ത സാഹചര്യങ്ങൾക്കും ഇരയായ ഒരു സ്ത്രീ, ഒരു സങ്കീർണമായ വ്യക്തി. ശ്രീരാമനെയും ലക്ഷ്മണനെയും അവൾ പിന്തുടരുന്നത് ആക്രമണകാരിയായി നമുക്ക് തോന്നുമെങ്കിലും ഒരു പുരുഷാധിപത്യ സമൂഹത്തിൽ ഒരു സ്ത്രീ തൻ്റെ ആഗ്രഹങ്ങൾ പ്രകടിപ്പിക്കുകയും അവളുടെ വ്യക്തിത്വം ഉറപ്പിക്കുകയും ചെയ്യുന്നതിനെ പ്രതിഫലിപ്പിക്കുന്നതാണ് ശൂർപ്പണഖയുടെ സ്റ്റാൻഡ്. അതായത് ഒരു പുരുഷ മേധാവിത്വ കാഴ്ചപ്പാടിൽ നമ്മൾ നോക്കുന്നുണ്ടെങ്കിൽ ആധുനിക സമൂഹത്തിൻ്റെ കാഴ്ചപ്പാടിലാണ് ഞാൻ ഈ വ്യാഖ്യാനം പറയുന്നത്. ഒരിക്കലും ഇത് ആധ്യാത്മിക വ്യാഖ്യാനമല്ല, സാമൂഹികമായ വ്യാഖ്യാനമാണ്. അപ്പോൾ അങ്ങനെ നോക്കുന്ന സമയത്ത് ഒരു ഇപ്പം നമ്മൾ ഇരിക്കുന്ന സമൂഹം അങ്ങനെയാണ്. അതാണ് ഇന്ന് ഈ കാലത്ത് ഫെമിനിസത്തിനൊക്കെ ഇത്രയും പ്രാധാന്യം, അല്ലേ? ഈ പറയുന്ന പോലെ സ്ത്രീ സംവരണം പാർലമെൻറ്റിൽ വരും പോലും നമ്മൾ സംസാരിക്കുന്നത് അങ്ങനെ ഒരു കാലഘട്ടം ഉണ്ടായത് കൊണ്ട് തന്നെയാണ്. അങ്ങനെ ഒരു പുരുഷാധിപത്യ സമൂഹത്തിൽ ഒരു സ്ത്രീ തൻ്റെ ആഗ്രഹങ്ങൾ തുറന്ന് പ്രകടിപ്പിക്കുകയും അവളുടെ വ്യക്തിത്വം ഉറപ്പിക്കുകയും ചെയ്യുന്നതിനെയാണ് ശൂർപ്പണഖയുടെ ആക്ട് പറയുന്നത്. എന്നാൽ ചില പണ്ഡിതന്മാർ ഇങ്ങനെയാണ് ഈ പറയുന്ന ശൂർപ്പണഖയുടെ കാര്യം പറയുന്നത്. അപ്പോൾ ചില പണ്ഡിതന്മാർ പറയുന്നത് സ്ത്രീ ശബ്ദങ്ങളുടെയും സ്വയം ഭരണത്തിൻ്റെയും അടിച്ചമർത്തലിൻ്റെയും നിശബ്ദതയുടെയും പ്രതീകമായി അവളുടെ വികൃതിയെ കാണുവാൻ സാധിക്കുന്നതാണ്. അതായത് അവളോട് ചെയ്തത് യഥാർത്ഥത്തിൽ ഒരു സ്ത്രീയുടെ സ്വാതന്ത്ര്യത്തിൻ്റെ മേലുള്ള കടന്നുകയറ്റമാണെന്നാണ് എങ്ങനെ പറയുന്നത്. പക്ഷെ അത് അധാർമികമാണ് എന്നുള്ളതാണ് വസ്തുത. അധാർമികമാണ്, അതുകൊണ്ട് തന്നെ സ്ത്രീയുടെ സ്വാതന്ത്ര്യത്തെ മാനിക്കാം, പക്ഷേ അധാർമികതയെ നമുക്ക് ഒരിക്കലും മാനിക്കാൻ സാധിക്കില്ല. അതാണ് ഈ ആധുനികമായ വ്യാഖ്യാനങ്ങളോട് എനിക്ക് എതിർപ്പുള്ളത്. ഒരിക്കലും അത് ശൂർപ്പണഖ എന്നുള്ള ആൾ എക്സ്പ്രസീവ് ആയിട്ടുണ്ടാവാം, അതിന് ധൈര്യം കാണിച്ചിട്ടുണ്ടാകും, പക്ഷെ അതൊരിക്കലും ധാർമ്മികതയ്ക്ക് അനുസരിച്ചിട്ടുള്ളതല്ല. അതുകൊണ്ട് തന്നെ ഈ നാലാമത്തെ വശം നമുക്ക് ശരിക്കും സ്വീകരിക്കാൻ പറ്റുന്നതല്ല. ഇനി അതേ തുടർന്നിട്ട് ഖരൻ എന്ന കഥാപാത്രത്തെ നമ്മൾക്ക് കാണാം. കാരണം ശൂർപ്പണഖ ഈ ഇൻസൾട്ടൊക്കെ ഏറ്റുവാങ്ങിയിട്ട് നേരെ ചെല്ലുന്നത് ഖരൻ എന്ന കഥാപാത്രത്തിന്. ആരാണ് ഖരൻ യഥാർത്ഥത്തിൽ? രാമായണത്തിലെ ഖരൻ എന്ന വാക്കിന് കാര്യമായ ആലങ്കാരികവും അതുപോലെ സൂക്ഷ്മമായ വലിയ അർത്ഥമുണ്ട്. ശ്രീരാമനാൽ കൊല്ലപ്പെട്ട രാവണന്റെ ഇളയ സഹോദരനായ ഒരു രാക്ഷസന്റെ പേരാണ് യഥാർത്ഥത്തിൽ ഖരൻ. സംസ്കൃതത്തിൽ ആ പദാർത്ഥം എടുത്ത് നോക്കുന്ന സമയത്ത് ആ പദത്തിൻ്റെ അർത്ഥം എടുത്താൽ ഖരൻ എന്ന വാക്കിൻ്റെ നിർവചനം യഥാർത്ഥത്തിൽ കഴുത എന്നൊക്കെ കാണാം. അതിന് വേറെയും തലങ്ങൾ പരിശോധിക്കുമ്പോൾ അത് പരുക്കൻ, കാഠിന്യം അല്ലെങ്കിൽ മൂർച്ച എന്നിവയൊക്കെ സൂചിപ്പിക്കുന്നതായിട്ടും കാണാം. വിവിധ സന്ദർഭങ്ങളിൽ ഖരൻ എന്നത് കാഠിന്യം അല്ലെങ്കിൽ ക്രൂരത എന്ന ഗുണങ്ങളുമായിട്ട് ബന്ധപ്പെട്ട പദമായിട്ട് നമുക്ക് അവിടെ കാണാൻ സാധിക്കും. അപ്പം ഇതിന് യഥാർത്ഥത്തിൽ ആ ഒരു പദത്തിൻ്റെ ബഹുമുഖ സ്വഭാവം, പൊതുവേ സ്വഭാവം, അതിൻ്റെ മുഴുവൻ ഇതെടുത്ത് നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റുന്നത് എന്താണ്? ഒന്ന് കഴുത, ഒന്ന് പരുക്കൻ, ഒന്ന് കാഠിന്യം, ഒന്ന് മൂർച്ച. ഇതൊക്കെയാണ് ഒരു ബഹുമുഖ സ്വഭാവം. നോക്കുമ്പോൾ തന്നെ ആസുരീകതയാണ് മൊത്തത്തിൽ നോക്കിയാൽ, ക്രൂരത. അപ്പോൾ ഇത് യഥാർത്ഥത്തിൽ ജ്യോതിഷപരമായിട്ട് ചിന്തിച്ചാൽ തന്നെ അത് വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. ഖരൻ എന്നത് ജ്യോതിഷത്തിൽ യഥാർത്ഥത്തിൽ വ്യാഴത്തിൻ്റെ ആ 60 വർഷത്തെ ചക്രത്തിൻ്റെ, വ്യാഴത്തിൻ്റെ ഒരു വ്യാഴവട്ടത്തിൻ്റെ 25ാം വർഷത്തെ സൂചിപ്പിക്കുന്നതാണ് യഥാർത്ഥത്തിൽ ഖരൻ. ഇത് യഥാർത്ഥത്തിൽ സമയം, പ്രാപഞ്ചികമായ താളങ്ങൾ, ഋതങ്ങൾ, കോസ്മിക് ഋതം, അതുപോലെ തന്നെ ഈ ചാക്രികത, ഇമോഷൻ എന്നിവയുമായിട്ടുള്ള ഒരു ബന്ധം ജ്യോതിഷത്തിൽ ഈ പദം കാണാനുണ്ട്. ഇനി നാട്യശാസ്ത്രം എടുത്തു നോക്കിയാൽ അതിലേറെ രസമാണ്. നാട്യശാസ്ത്രം പോലുള്ള ചില പുരാതന ഗ്രന്ഥങ്ങൾ എടുത്തു നോക്കിയാൽ അതിൻ്റെ സന്ദർഭങ്ങളിൽ കഴുതയെ പോലെ ഗുണങ്ങളുള്ള ഒരു സ്ത്രീയെ പറയാൻ വേണ്ടിയിട്ട്, അതുപോലെ കട്ടിയുള്ള നാവ്, പരുക്കൻ ചർമ്മം, പരുഷമായ വാക്കുകൾ, അക്രമാസക്തം അല്ലെങ്കിൽ ധിക്കാരം, അസൂയ, ധാരാളം സന്തതികളുള്ളവൾ എന്നിങ്ങനെയൊക്കെ വിവരിക്കുന്നുണ്ട് നാട്യശാസ്ത്രത്തിൽ. അപ്പോൾ തന്നെ നമ്മൾ ഈ കഥാപാത്രം എടുത്ത് വെച്ച് നോക്കിയാൽ തന്നെ അറിയാം, ശൂർപ്പണഖ ഈ പറയുന്ന പോലെ അനിയന്ത്രിതമായ കാമാസക്തിക്ക് അടിമപ്പെട്ടവളാണ്. അപ്പോൾ ആ കുലത്തിൽ തന്നെ ഖരൻ എന്ന് പറയുമ്പോൾ ഈ പറയുന്ന പോലെ തന്നെ ഒരു പരുക്കൻ, നമ്മൾ പറയില്ലേ പരുക്കൻ സ്വഭാവം, നമ്മൾക്ക് ഉള്ളിൽ ഈ പറയുന്ന ആസക്തി ഉണ്ടാകുന്ന സമയത്ത്, ആ ആസക്തിയെ ലക്ഷ്മണൻ ഛേദിച്ച സമയത്ത് നമ്മൾക്ക് ഉള്ളിൽ ഉയർന്നു വരുന്ന അടുത്ത എന്താ പറയുക, അടുത്ത നമ്മുടെ ഒരു ഇമോഷണൽ അപ്രൈസ് ആണ്. അത് ഏത് രീതിയിലായിരിക്കും? ഈ പറയുന്ന പോലെ നമ്മൾ പരുഷമായ വാക്കുകൾ പറയും,
അതുപോലെ തന്നെ അക്രമാസക്തമാവും. നമ്മുടെ ഈ പറയുന്ന പോലെ ഞാനോ നിങ്ങളോ നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു ആഗ്രഹം ഒരാളുടെ അടുത്ത് പ്രസൻറ്റ് ചെയ്ത്, അത് ചിലപ്പോൾ നമ്മുടെ അച്ഛനോ അമ്മയോ ആരോ ആവാം, അവരത് തിരസ്കരിച്ചാൽ ഉടനെ നമ്മൾ ഈ പറയുന്ന പോലെ എന്ത് ചെയ്യും, അതിനെ ഖണ്ഡിച്ച് നമ്മൾ സംസാരിക്കാൻ തോന്നും ഇല്ലേ? പരുഷമായ വാക്കുകൾ, നമ്മൾ ഇപ്പോൾ കൊച്ചു കുട്ടികളാണെങ്കിൽ അക്രമാസക്തമാവും, ധിക്കാരം. അങ്ങനെ ഈ ആഗ്രഹങ്ങൾ തന്നെ പിന്നീട് എന്താവും, ധാരാളം സന്തതികൾ ഉള്ളവൾ എന്ന് പറഞ്ഞാൽ ഈ ആഗ്രഹം മൾട്ടിപ്ലൈ ചെയ്യും. ഇന്നത് എനിക്ക് കിട്ടിയില്ലേ, നാളെ ഞാൻ അതിൻ്റെ ഡബിൾ ഉള്ള കാര്യങ്ങളിലേക്ക് ഞാൻ നിർത്താതെ അത് എൻ്റെ ഉള്ളിൽ ഈ വാസനകൾ കൂട്ടത്തേ ഉള്ളൂ. അപ്പോൾ ഇത് പറയാൻ വേണ്ടിയിട്ടാണ് യഥാർത്ഥത്തിൽ ആ പദം തന്നെ ഉപയോഗിച്ചിട്ടുള്ളത്. ഇപ്പോൾ രാമായണത്തിൽ ഖരൻ എന്ന ഈ ആസുരീകമായ നെഗറ്റീവ് സ്വഭാവങ്ങളിൽ ചിലത് ഉൾക്കൊള്ളുന്ന കഥാപാത്രമാണ്. തൻ്റെ പേരിൻ്റെ പ്രതീകാത്മകത തന്നെ ഈ അർത്ഥത്തെ ശക്തിപ്പെടുത്തുന്നതാണ്. അപ്പോൾ ഈ നെഗറ്റീവ് സ്വഭാവങ്ങളിൽ ഈ ഇത്രയും സ്വഭാവങ്ങൾ ഉൾക്കൊള്ളുന്ന നമ്മുടെ ഉള്ളിലുള്ള ഒരു മനസ്സിൻ്റെ തലം എന്ന് മനസ്സിലാക്കിയാൽ മതി. നമ്മൾ മനസ്സിൻ്റെ ഒരു പ്രവണത അതാണ്. അപ്പോൾ തൻ്റെ കഥാപാത്രം തിന്മയുടെയും അതായത് എല്ലാ കുഴപ്പത്തിൻ്റെയും മൂർത്തിഭാവത്തെ പ്രതിനിധാനം ചെയ്യുന്നതാണ്. ഇപ്പോൾ ധർമ്മത്തിൻ്റെ അല്ലെങ്കിൽ നീതി സംരക്ഷകൻ എന്ന നിലയിൽ ശ്രീരാമൻ്റെ പങ്ക് ഇവിടെയാണ് എടുത്ത് കാണിക്കുന്നത്. കാരണം എന്താണ്, എന്താണോ യഥാർത്ഥത്തിൽ ഞാൻ ചെയ്യേണ്ടത് അതാണ് ആത്മാവിൻ്റെ ധർമ്മം. ആ ധർമ്മം പാലിക്കുന്ന ആളാണ് ശ്രീരാമൻ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനും നിങ്ങളും കർമ്മവാസനകൾക്ക് അടിമപ്പെട്ടു പോയാൽ എൻ്റെ ബുദ്ധി ആദ്യം അത് നിഷേധിക്കുമെങ്കിലും ആ സമയത്ത് ഞാൻ കൂടുതൽ പരുക്കനായി, കൂടുതൽ അക്രമാസക്തമായി, കൂടുതൽ ഈ പറയുന്ന ആസുരിക ഭാവനയിൽ അതിനെ വീണ്ടും മാഗ്നിഫൈ ചെയ്യാൻ ശ്രമിക്കുമ്പോൾ അതിനെ അടിച്ചമർത്തുന്നത് ആരാണ്? ശ്രീരാമനാണ്. ഖരനെ ഇല്ലാതാക്കുന്നത് ആരാണ്? ശ്രീരാമനാണ്. എൻ്റെ ഉള്ളിലെ ആത്മചൈതന്യമാണ് അതിനെ ഇല്ലാതാക്കുന്നത്. കാരണം ലക്ഷ്മണൻ ശൂർപ്പണഖയെ ഛേദിച്ച് വിടുകയാണ് ചെയ്തത്. പിന്നെ ഖരൻ വരണത് എന്താണ്? അതിൻ്റെ റിട്ടാലിയേഷൻ നടക്കുന്ന സമയത്ത് ഉടനെ ആത്മചൈതന്യം ഇടപെടും. അപ്പോൾ യഥാർത്ഥത്തിൽ ഇതിൻ്റെ പ്രാധാന്യം നോക്കുമ്പം തിന്മയും ഈ പറയുന്ന അക്രമവും, ഖരൻ ശ്രീരാമൻ പോരാടുന്ന ആ വിനാശകരമായ ശക്തികളെ അല്ലേ പ്രതീകപ്പെടുത്തുന്നത്. ജീവാത്മാവ് തൻ്റെ ഉള്ളിലെ ഇന്നർ കോൺഫ്ലിക്ട്സുമായിട്ട് യുദ്ധം ചെയ്യുന്നതിനെ റെപ്രസെൻ്റ് ചെയ്യുന്നതാണ് ഖരൻ. നന്മയ്ക്കും തിന്മയ്ക്കും ഇടയിലുള്ള ഒരു ശാശ്വത പോരാട്ടത്തിനെയാണ് ഖരൻ കാണിക്കുന്നത്. അപ്പം യഥാർത്ഥത്തിൽ നമ്മുടെ ഉള്ളിൽ അറിവിൻ്റെ ഉദയം, ജ്ഞാനോദയത്തിലേക്കുള്ള പാതയിലെ തടസ്സങ്ങൾ, അതായത് നിങ്ങൾക്കും എനിക്കും ഈശ്വരീയമായ അസ്തിത്വവുമായിട്ട് കണക്ട് ചെയ്യാൻ സാധിക്കാത്ത അല്ലെങ്കിൽ ആ വഴിയിൽ നമ്മൾക്കുണ്ടാവുന്ന തടസ്സങ്ങൾ ഒരു ആത്മസാക്ഷാത്കാരത്തിലേക്കും പ്രബുദ്ധതയിലേക്കുമുള്ള ഒരാളുടെ യാത്രയിൽ, നിങ്ങളുടെയും എൻ്റെയും യാത്രയിൽ നമ്മളെ തടസ്സപ്പെടുത്തുന്ന എന്താ? അഹംഭാവം, ആഗ്രഹങ്ങൾ, നമ്മളിലുള്ള ഈ നെഗറ്റീവ് പ്രവണതകൾ. ഇതാണ് യഥാർത്ഥത്തിൽ ഖരൻ റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഇപ്പം നമ്മളിൽ എപ്പോഴും ഈ പറയുന്ന പോലെ ആഗ്രഹങ്ങൾ, കാമനകൾ ഉണ്ടാവുമ്പോൾ അത് പൂർത്തിയാക്കാതിരിക്കാൻ അല്ലെങ്കിൽ അതിൽ നിന്ന് നമ്മളെ ഇൻ്റലക്റ്റ് തടയും. ലക്ഷ്മണൻ തടയുന്ന സമയത്ത് നമുക്കൊരു ഔട്ട് ബേസ്റ്റ് ഉണ്ടാവും എഗെയിൻ. ഈ ഔട്ട് ബേസ്റ്റ് ആണ് പലപ്പോഴും നമ്മൾക്ക് യഥാർത്ഥത്തിൽ അത് നമ്മൾക്ക് നല്ലതല്ല എന്ന തിരിച്ചറിവിൽ നിന്ന് നമ്മളെ വിലക്കുന്നത്. ആ തിരിച്ചറിവിൽ നിന്ന് നമ്മളെ വഴിതെറ്റി വിടിക്കുന്ന ശക്തിയാണ് ഖരൻ. ഇതിൻ്റെ സൂക്ഷ്മാർത്ഥം എന്താണ്? ഇന്നർ കോൺഫ്ലിക്റ്റ്, ആത്മീയ വളർച്ചയും സ്വയം നിയന്ത്രണവും കൈവരിക്കുക എന്നതാണ് യഥാർത്ഥത്തിൽ നമ്മൾക്ക് വേണ്ട ലക്ഷ്യം. എപ്പോഴും ആന്തരികമായ സംഘർഷം ഉണ്ടാകുമ്പോൾ സ്വയം നിയന്ത്രണം, ഒരാളുടെ ഉയർന്ന സ്വത്വം, അതാണ് ശ്രീരാമൻ. നമ്മുടെ ഉയർന്ന സ്വത്വബോധത്തെയാണ് നമ്മൾ ശ്രീരാമൻ. താഴ്ന്ന സ്വഭാവത്തിന് ഇടയിലുള്ള അതാണ് ഖരൻ. ഈ ആന്തരിക പോരാട്ടമാണ് യഥാർത്ഥത്തിൽ ശ്രീരാമനും ഖരനും തമ്മിലുള്ള കോൺഫ്ലിക്റ്റ്. അതിലേക്ക് നയിച്ച ആളാരാണ്? ശൂർപ്പണഖ. അപ്പോൾ ശൂർപ്പണഖ ആരാണെന്ന് നേരത്തെ നമ്മൾ പറഞ്ഞു. ഈ താഴ്ന്ന പേഴ്സണാലിറ്റിയിലേക്ക് നമ്മളെ തള്ളിവിടുന്ന ഇനീഷ്യൽ ഒരു ത്രഷോൾഡ് എനർജിയാണ്, അല്ലെങ്കിൽ ആ ത്രോബിങ് എനർജിയാണ് യഥാർത്ഥത്തിൽ ആര്? ശൂർപ്പണഖ. അപ്പം നമ്മളെ ആഗ്രഹങ്ങളുടെ ആ ഭാഗത്തേക്ക് തള്ളിവിടും. ആ സമയത്ത് ഇൻ്റലക്റ്റ് അതിനെ കട്ട് ചെയ്യും. പക്ഷെ കട്ട് ചെയ്യുമ്പോൾ നമ്മൾ റിട്ടാലിയേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? ഒരു ലോ പേഴ്സണാലിറ്റി പോലെയാണ്. കാരണം പരുഷമായ വാക്കുകൾ പറയും, അക്രമാസക്തമാവും, അഹങ്കാരം അങ്ങ് വർദ്ധിക്കും. ആ സമയം നമ്മുടെ ഉയർന്ന സ്വത്വം ഈ താഴ്ന്ന പേഴ്സണാലിറ്റിയുമായിട്ട് പോരാട്ടം ചെയ്യും. അതെന്തിനു വേണ്ടിയിട്ടാണ്? ധർമ്മ സംരക്ഷണത്തിന് വേണ്ടിയിട്ട്. അങ്ങനെ ശ്രീരാമൻ്റെ കൈകളാൽ ഖരൻ്റെ മരണം സംഭവിക്കുന്നുണ്ടെങ്കിൽ അത് ധർമ്മത്തെ ഉയർത്തിപ്പിടിക്കേണ്ടതിൻ്റെ പ്രാധാന്യം, അതായത് നമ്മൾ ഈ പറയുന്ന പ്രവണതകളിലേക്ക് പോകേണ്ട ആൾക്കാരല്ല. നമ്മൾക്കൊരു പ്രധാന ധർമ്മമുണ്ട്, ആത്മധർമ്മമാണത്. അത് ആ വഴിയിൽ നടക്കണം. അപ്പോൾ ആ ധർമ്മത്തെ സംരക്ഷിക്കുന്നത് ശ്രീരാമൻ എന്ന പോരാളിയാണ്. അപ്പോൾ ധർമ്മം ഉയർത്തിപ്പിടിക്കേണ്ട പ്രാധാന്യത്തെയും ദുഷ്ടശക്തികളുടെ മേൽ ധർമ്മത്തിൻ്റെ വിജയത്തെയും
പറയുന്നതാണ് ആ ഖരൻ്റെ കഥാ സന്ദർഭം, ഖരനുമായിട്ടുള്ള ആ യുദ്ധം. പിന്നെ നമ്മൾ പരിചയപ്പെടുന്ന അടുത്ത കഥാപാത്രം ദൂഷണൻ എന്ന് പറഞ്ഞ ഒരു അസുരനെയാണ്. ഖരൻ്റെ വധത്തിനൊടുവിൽ ദൂഷണനും പിന്നെ ത്രിശിരസും വരുന്നുണ്ട്. ഇപ്പോൾ രാമായണത്തിലെ ദൂഷണൻ എന്ന വാക്കിൻ്റെ നിഗൂഢതലം അല്ലെങ്കിൽ സൂക്ഷ്മതലം അല്ലെങ്കിൽ ആലങ്കാരികമായ തലം എന്താണ്? ഖരൻ്റെ സഹോദരനും അതുപോലെ തന്നെ രാവണൻ്റെ അനന്തരവനുമായ ഒരു ശക്തനായ രാക്ഷസൻ്റെ പേരാണ് ദൂഷണൻ. രാവണൻ്റെ അനന്തരവൻ എന്നെല്ലാം പറയുമ്പോൾ നമ്മുടെ ഉള്ളിലെ വാസനകളുടെ വേറൊരു ഡയമെൻഷനാണെന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അപ്പം ക്രൂരതയ്ക്കും ദുഷ്പ്രവൃത്തികൾക്കും പേര് കേട്ടവനാണ് ദൂഷണൻ. കണ്ട, ദുകാരം തന്നെ വരുന്നുണ്ട് വിവിധ സന്ദർഭങ്ങളിൽ. ദൂഷണൻ എന്ന് പറഞ്ഞാൽ ശരിക്കും ക്രൂരത, കാഠിന്യം, ദുഷ്ടത തുടങ്ങിയ ഗുണങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്ന നമ്മുടെ ഉള്ളിലെ വാസനകളാണ്, ആസുരികതയാണ്. ഇതാണ് ആ പദത്തിൻ്റെ നെഗറ്റീവ് അർത്ഥം. അപ്പോൾ നിഘണ്ടു പ്രകാരം ദൂഷണൻ എന്ന വാക്കിൻ്റെ നിർവചനം ശരിക്കും നശിപ്പിക്കുക, ദുഷിപ്പിക്കുക എന്നുള്ളത്, മലിനമാക്കുക. നമ്മൾ പറയല്ലോ ഒന്നിനെ ചെളിവാരി എറിയുക, അങ്ങനെയാണ് നമ്മൾ അതിനെ മലിനപ്പെടുത്തുക, നശിപ്പിക്കുക, ദുഷിപ്പിക്കുക. അത് ഇതിൻ്റെ മൂല ശബ്ദമായ ദുഷ് എന്ന ധാതുവിൽ നിന്ന് വന്നതാണ്. ഇതിൻ്റെ പദോൽപത്തി ദുഷ് എന്ന മൂലപദത്തിൽ നിന്നാണ്. അപ്പോൾ ഇതിൻ്റെ പ്രാധാന്യം എന്താണ്? യഥാർത്ഥത്തിൽ ഇതിൻ്റെ താത്വികമായ പ്രാധാന്യം അതായത് മലിനീകരണം, അതുപോലെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുന്ന ഡബിൾ സ്റ്റാൻഡേർഡ്സ്, അഴിമതി പോലെയുള്ള സ്വഭാവങ്ങൾ, അതേ തുടർന്നുണ്ടാവുന്ന മലിനീകരണം. ദൂഷണൻ എന്ന പേര് യഥാർത്ഥത്തിൽ നശിപ്പിക്കുക അല്ലെങ്കിൽ ദുഷിപ്പിക്കുക എന്നർത്ഥമുള്ള സംസ്കൃത ധാതുവായ ദുഷ് എന്ന ഇതിൽ നിന്നാണ് വന്നതെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. അപ്പോൾ പ്രകൃതി ക്രമത്തെ, നമ്മുടെ ഉള്ളിൽ യഥാർത്ഥത്തിൽ ഒരു പ്രകൃതിയുടെ ക്രമമുണ്ട്, ഒരു താളമുണ്ട്. ആ താളത്തെ മലിനമാക്കാനും നശിപ്പിക്കാനും ശ്രമിക്കുന്ന ഒരു ദുഷ്ടശക്തി എന്ന നിലയിലാണ് അദ്ദേഹത്തിൻ്റെ പങ്ക് യഥാർത്ഥത്തിൽ ഇവിടെ രാമായണത്തിൽ വാൽമീകി കാണിക്കുന്നത്. ഇരുട്ടും അജ്ഞതയുമാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. എന്താ? ദൂഷണനെ ഇരുട്ടിൻ്റെയും അജ്ഞതയുടെയും അറിവില്ലായ്മയുടെയും മൂർത്തിയായിട്ടാണ് പറയുന്നത്. അറിവ്, ജ്ഞാനം, പ്രബുദ്ധത എന്നിവ നമ്മുടെ ഉള്ളിൽ ഉണ്ടാവേണ്ട ഗുണമാണ്. പക്ഷെ അതിനെ എതിർക്കുന്ന ശക്തികളുടെ പ്രതീകമായിട്ടാണ് ഈ ദൂഷണനെ പറയാം. അതായത് എനിക്കും നിങ്ങൾക്കും യഥാർത്ഥത്തിൽ ജീവിതത്തിൽ എന്താ വേണ്ടത്? അറിവ്, ജ്ഞാനം, പ്രബുദ്ധത. ഇതാണ് നമ്മൾക്ക് വേണ്ട ഗുണം. പക്ഷേ ആ ഗുണത്തിൽ നിന്ന് നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്ത് പ്രിവെൻറ്റ് ചെയ്ത് പിടിക്കണം. പ്രിവെൻ്റ് അല്ല, പ്രൊട്ടക്ഷൻ എന്നും പറയാൻ പറ്റില്ല. നമ്മളെ ബ്ലോക്ക് ചെയ്യുന്നത് എന്താണ്? ഈ അജ്ഞതയുടെയും അറിവില്ലായ്മയുടെയും ഇരുട്ടിൻ്റെയൊക്കെ ശക്തിയാണ്. അതിനെയാണ് ദൂഷണൻ എന്ന് നമ്മൾ വിളിക്കുക. അപ്പോൾ ഇതിൻ്റെ പ്രാധാന്യം എന്താണ് ഈ വാക്കിൻ്റെ അല്ലെങ്കിൽ ഈ കഥാപാത്രത്തിൻ്റെ? നമ്മുടെ ഉള്ളിലുള്ള ആസുരീകത, ദൂഷണൻ്റെ സ്വഭാവത്തെ, ഒരാളുടെ ആന്തരിക ആസുരീക സ്വഭാവങ്ങളായ നെഗറ്റീവായ പ്രവണതകളെ വേണമെങ്കിൽ പറയാം, ആഗ്രഹങ്ങൾ, അഹങ്കാരം എന്നിവയുടെയൊക്കെ പ്രതിനിധാനമായി വേണമെങ്കിൽ നമുക്ക് വ്യാഖ്യാനിക്കാം. കാരണം ഇതൊക്കെയാണ് നമ്മളെ അറിവിൽ നിന്ന്, അഹങ്കാരവും അമിതമായ ആഗ്രഹങ്ങളൊക്കെയാണ് നമ്മളെ ഈ ജ്ഞാനത്തിൽ നിന്ന് പ്രിവെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ ആ ആത്മീയമായ വളർച്ചയും ആത്മസാക്ഷാത്കാരവും കൈവരിക്കണമെങ്കിൽ നമ്മൾ ഈ ആന്തരികമായ ഈ ദൂഷണനെ മലിനമാക്കുന്ന ഈ ഒരു പ്രവണതയെ നമ്മൾ മറികടക്കണം. അത് നമ്മുടെ ഉള്ളിലെ നെഗറ്റീവ് ഗുണങ്ങളുടെ നാശമാണ്. അപ്പോൾ ശ്രീരാമൻ ദൂഷണനെ പരാജയപ്പെടുത്തിയത് ഈ പറയുന്ന നമ്മുടെ ഉള്ളിലുള്ള ആസുരീക ഗുണങ്ങളുടെ നാശത്തിനും, അത് നമ്മുടെ ഉള്ളിൽ ഈ പ്രപഞ്ചക്രമം എന്ന് ഞാൻ നേരത്തെ പറഞ്ഞു, പ്രകൃതിയുടെ ഒരു താളം, ഋതം എന്ന് നമ്മൾ വിളിക്കും, അത് നീതിയുടെയും ജ്ഞാനത്തിൻ്റെയും വിജയത്തിൻ്റെയും ഒരു രൂപകമായിട്ടാണ് നമ്മൾ കാണേണ്ടത്. ഇപ്പോൾ യഥാർത്ഥത്തിൽ നമ്മൾ ആ പദം തന്നെ ശ്രദ്ധിച്ചാൽ നോക്കൂ, നമ്മൾ ദൈനംദിനം ഉപയോഗിക്കുന്നുണ്ട് ഈ പദം. ഗോസിപ്പിംഗ്, പരദൂഷണം, ദൂഷണം. നമ്മൾ ശ്രദ്ധിക്കില്ല ഈ വാക്ക്. നമുക്കറിയാം പരദൂഷണം നമ്മുടെ ജീവിതത്തിൽ എത്രത്തോളം പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഒരു വാക്കാണെന്ന്. ഇത് തന്നെയാണ് വാൽമീകി രാമായണത്തിൽ ആ വാക്കിൻ്റെ പേരിൽ ഒരു അസുരനെ സൃഷ്ടിച്ചതും. കാരണം നമ്മൾ ഇന്ന് പറയുന്നുണ്ട് ഗോസപ്പിംഗ് ഇസ് വെരി വെരി മാലീഷ്യസ്, അല്ലേ? അത് കണ്ടാമിനേഷൻ ആണെന്ന് നമ്മൾ പറയും. കാരണം യഥാർത്ഥത്തിൽ ഏതൊരു വ്യക്തിക്കും അവൻ്റെ ജീവിതത്തിൽ ആവശ്യമില്ലാത്ത ഒരു ഗുണമാണ് യഥാർത്ഥത്തിൽ പരദൂഷണം. ഇവിടെ നോക്കൂ, ഈ അസുരൻ്റെയും പേര് ദൂഷണൻ. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് വാൽമീകി വളരെ സെലക്റ്റീവായിരുന്നു. ഓരോ കഥാപാത്രത്തിന് പേരിടുമ്പോഴും അത് യഥാർത്ഥത്തിൽ നിങ്ങളുടെയും എൻ്റെയും ഉള്ളിൽ നമ്മൾ കാണിക്കുന്ന ഓരോ വാസനകളും പ്രേരണകളുമാണ്.
ആ അസുരന്മാരായ കഥാപാത്രങ്ങളായി അങ്ങനെയുള്ള നാമകരണങ്ങളിലൂടെ അവതരിപ്പിക്കുന്ന അതേസമയം ഇതിനെ അതിജീവിക്കാൻ വേണ്ടി നമ്മുടെ ഉള്ളിൽ തന്നെ ഉയരുന്ന മറ്റ് ദൈവികമായ പ്രവണതകളെയാണ് ഈശ്വരീയമായ കഥാപാത്രങ്ങളായിട്ട് ഋഷി, മുനി, അതുപോലെ ശ്രീരാമൻ, സീത, ലക്ഷ്മണൻ എന്നൊക്കെ ആയിട്ട് അവതരിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ നോക്കൂ, യഥാർത്ഥത്തിൽ രാമായണം എന്ന കൃതി മാനവരാശിയുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ട് സൃഷ്ടിച്ച അല്ലെങ്കിൽ എഴുതിയ ഒരു മഹാകാവ്യം തന്നെയാണ്. അതിൽ തർക്കമില്ലാത്തത് കൊണ്ട് തന്നെയാണ് ഈ രാമായണം എന്ന ഈ ഇതിഹാസ കാവ്യം ലോകത്ത് ഇത്രയും അധികം രാജ്യങ്ങളിലെ ജനങ്ങളെ, അവിടെയുള്ള സംസ്കാരങ്ങളെയൊക്കെ സ്വാധീനിച്ചത്. കാരണം അവർക്കൊക്കെ ഇതിൻ്റെ കഥയേക്കാൾ ഇതിൻ്റെ തത്വം മനസ്സിലാക്കാൻ സാധിച്ചിരുന്നു എന്നുള്ളതിൻ്റെ തെളിവാണിത്. നിർഭാഗ്യവശാൽ ആധുനിക ഭാരതത്തിൽ ഇന്നും നമ്മൾ രാമായണം, രാമനെ വിമർശിക്കാനുള്ള, അല്ലെങ്കിൽ സീതയുടെ ചെയ്തികളെക്കുറിച്ച് പറയാനുള്ള, അല്ലെങ്കിൽ ലക്ഷ്മണൻ്റെ എന്താ പറയുക അനിയന്ത്രിതമായ കോപത്തെക്കുറിച്ച് ചർച്ച ചെയ്യാനുള്ള, അങ്ങനെ ഒരുപാട് നെഗറ്റീവ്സിനെ കുറിച്ച് ചർച്ച ചെയ്യാനുള്ള ഒരു ഗ്രന്ഥം മാത്രമായിട്ട് നമ്മൾ രാമായണത്തെ കാണുമ്പോൾ ഇതിന് നേർവിപരീതമായി യൂഷ്വലി സൗത്ത് ഈസ്റ്റ് നേഷൻസിൽ, പെർട്ടിക്കുലർലി ഇപ്പോൾ ഫിലിപ്പീൻസ്, ഇന്തോനേഷ്യ, ബാലി പോലെയുള്ള രാജ്യങ്ങൾ സന്ദർശിച്ചാൽ നമുക്ക് അവരുടെ അവിടെയുള്ള സംസ്കാരങ്ങളൊക്കെ ഹിന്ദു സംസ്കാരത്തിൽ നിന്ന് പരിണമിച്ച് മാറിയിട്ടുണ്ടെങ്കിലും, പലതും ക്രിസ്ത്യാനിറ്റിയും ഇസ്ലാമും ഒക്കെ ബുദ്ധമതം ഒക്കെ ആയി തീർന്നിട്ടുണ്ടെങ്കിലും ഇന്നും അവരുടെ ജീവിതത്തിൻ്റെ കോർ ഫിലോസഫി രാമായണം തന്നെയാണ്. പക്ഷെ നമ്മൾ എന്തുകൊണ്ടോ ഭാരതത്തിൽ ഇന്നും ഈ രാമായണം എന്ന് പറയുമ്പോൾ ഇന്നും വിവാദപരമായ ഒരു കോണ്ടെക്സ്റ്റ് അല്ലെങ്കിൽ ഒരു കണ്ടൻ്റ് ആയിട്ട് ആണ്, അല്ലെങ്കിൽ ഒരു ഗ്രന്ഥമായിട്ടാണ് നമ്മൾ ഇന്നും അതിനെ ചർച്ച ചെയ്യുന്നത്. അതിൻ്റെ പ്രധാന കാരണം നമ്മൾ ഈ പറയുന്ന പോലെ വിദേശീയമായ വിദ്യാഭ്യാസ സമ്പ്രദായത്തിൻ്റെ കണ്ണടയിലൂടെ അല്ലെങ്കിൽ ആ ഒരു ലെൻസിലൂടെ നമ്മൾ ഇതിനെ നോക്കി കാണാൻ ശ്രമിക്കുമ്പോൾ ഇതിലുള്ള കഥാപാത്രം വെറും കഥാപാത്രങ്ങളും വ്യക്തിത്വങ്ങളുമായി മാത്രം നമ്മൾ മനസ്സിലാക്കിയതിന് ശേഷം അതിനെ അപഗ്രഥിച്ചുകൊണ്ട്, അതിനെ വിശകലനം ചെയ്തുകൊണ്ട് ആധുനിക സമൂഹത്തിൻ്റെ അല്ലെങ്കിൽ ആധുനിക സാമൂഹിക ക്രമത്തിൻ്റെ പശ്ചാത്തലത്തിൽ അവയെ വിലയിടുമ്പോഴാണ്, അങ്ങനെയാണ് നമ്മൾക്ക് രാമായണത്തിൻ്റെ മൂല്യത്തെ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കാതിരുന്നത്. അതുകൊണ്ട് ഇനിയെങ്കിലും ഇങ്ങനെയുള്ള ഈ ഒരു പരമ്പരകളും ഇങ്ങനെയുള്ള കാര്യങ്ങളും താത്വികമായ അവലോകനങ്ങളും ഒക്കെ ഏത് നമ്മുടെ ദാർശനിക ഗ്രന്ഥങ്ങളായാലും അതിൽ യഥാർത്ഥത്തിൽ നമ്മുടെ ഋഷീശ്വരന്മാർ, നമ്മുടെ പൂർവികർ നമ്മളോട് പറയാൻ ശ്രമിച്ചത് ഉയർന്ന മാനസികമായ ഉന്നതിയിലേക്ക് മാനവരാശിയെ നയിക്കാനുള്ള ഒരുപാട് തത്വങ്ങളാണ്. അത് ഇന്നും 21-ാം നൂറ്റാണ്ടിലും പ്രസക്തമായ തത്വങ്ങൾ, കാലാതീതമായ തത്വങ്ങൾ. മാനവൻ എന്ന ഈ ഒരു അസ്തിത്വം ലോകത്തിൽ വസിക്കുന്നിടത്തോളം കാലം അവൻ്റെ പരിണാമത്തിനും അവൻ്റെ വികാസത്തിനും എത്രത്തോളം സഹായകരമാകുന്ന ഇത്തരം ആശയങ്ങൾ പരമാവധി എല്ലാവരിലേക്കും എത്തിക്കേണ്ടതാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഈ എപ്പിസോഡ് ഇവിടെ നിർത്തുകയാണ്. ഇത്ര നേരം എന്നെ കേട്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം. അടുത്ത എപ്പിസോഡിൽ നിങ്ങളെല്ലാവരെയും വീണ്ടും കണ്ടുമുട്ടാം എന്ന പ്രത്യാശയിൽ നിർത്തുന്നു. നന്ദി, നമസ്കാരം.